ആ ആണല്ലേ, ഓക്കെ ഓക്കെ. ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് സയൻസ് നമ്മുടെ 7ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റ് മനുഷ്യ ശരീരം ഒരു വിസ്മയം ദഹനവും ശ്വസനവും എന്നുള്ള യൂണിറ്റാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൻ്റെ പേരിൻ്റെ അകത്ത് തന്നെയുള്ള കാര്യങ്ങൾ ഉള്ള പോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ദഹനവും ശ്വസനവുമാണ് ഈ ഒരു യൂണിറ്റിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത്. അപ്പം ദഹനവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മുടെ വാ തൊട്ട് താഴെ വരെ വിസർജനം വരെയുള്ള കാര്യങ്ങൾ ഈ ഒരു യൂണിറ്റിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ ആ കൂടെ തന്നെ ശ്വസനവും വരുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പാഠത്തിനകത്ത് തന്നെ 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആഹാര സ്വീകരണത്തിൻ്റെ പോഷണത്തിൻ്റെ ഘട്ടങ്ങളും അതുപോലെ തന്നെ പല്ലുകളുടെ പ്രത്യേകതകൾ, കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം കേട്ടോ. നിങ്ങൾക്ക് സ്ക്രീനൊക്കെ കാണാമല്ലോ അല്ലേ? ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, എല്ലാ ജീവികൾക്കും ആഹാരം ആവശ്യമാണല്ലോ. ആഹാരം സമ്പാദിക്കുന്ന രീതിയും ഓരോ ജീവിയിലും വ്യത്യസ്തമാണ്. ഇളം പുല്ല് തിന്നുന്ന മുയലുകൾ, നെൽക്കതിർ കൊത്തിപ്പറിക്കുന്ന തത്തകൾ, എലിയെ വിഴുങ്ങുന്ന പാമ്പ്, വൃക്ഷത്തിൻ്റെ മുകളിലുള്ള തേനീച്ചക്കൂട്ടിൽ നിന്നും തേൻ കുടിക്കുന്ന കരടി, അങ്ങനെ എത്രയെത്ര കാഴ്ചകൾ. ചുറ്റുപാടുമുള്ള നിരവധി ജീവികളുടെ ആഹാരവും ആഹാര സമ്പാദന രീതികളും നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ള ജീവികളും അവയുടെ ആഹാരം ഉൾപ്പെട്ട പട്ടിക പൂർത്തിയാക്കി ക്ലാസ്സിൽ അവതരിപ്പിച്ചാലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഈ ഒരു പിക്ചറിനകത്ത് തന്നെ നോക്കിക്കേ, മുയലാണെങ്കിൽ ഇലകൾ കഴിക്കുന്നു, തത്തയാണെങ്കിൽ നെൽക്കതിർ കൊത്തി തിന്നുന്നു, നമ്മുടെ കരടിയാണെങ്കിൽ തേൻ കഴിക്കുന്നു, പാമ്പാണെങ്കിൽ എലിയെ വിഴുങ്ങുന്നു. ഓരോ ജീവികളും അവ കഴിക്കുന്ന ആഹാരത്തിന് വളരെയധികം വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ മനുഷ്യരാണെങ്കിൽ പോലും നമ്മൾ മനുഷ്യരും മൃഗങ്ങളും അതിൽ സസ്യാഹാരികളുണ്ട്, മാംസാഹാരികളുണ്ട്, മിശ്രാഹാരികളുണ്ട്. ആ ഒരു ടോപ്പിക്ക് ഈ ഒരു യൂണിറ്റിൻ്റെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ജീവിയുടെ പേര്, അവരുടെ ആഹാരങ്ങൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്കിവിടെ തന്നിരിക്കുന്നതിൽ നോക്കിക്കേ, സസ്യാഹാരി അതായത് ഹെർബിവോസ്, മാംസാഹാരി കാർണിവോസ്, മിശ്രാഹാരി ഒമിനിവോർ. ഈ 3 പേരും, അതായത് സസ്യാഹാരികളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, സസ്യം മാത്രം ആഹാരമായിട്ടിരിക്കുന്നവരാണ് നമ്മുടെ സസ്യാഹാരികൾ. മാംസാഹാരികളാണെങ്കിലോ മാംസം മാത്രം, അതൊക്കെ നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളാണ്. മാംസം മാത്രം കഴിക്കുന്നവരാണ് നമ്മുടെ മാംസാഹാരികൾ. മിശ്രാഹാരികളാണെങ്കിൽ ബോത്ത്, സസ്യം പ്ലസ് മാംസം. നമ്മൾ മനുഷ്യരൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് വിടുന്നതാണ്. മിശ്രാഹാരികളിൻ്റെ അകത്ത് വിടുന്നതാണ്. ഇത് സസ്യാഹാരവും കഴിക്കും, മാംസാഹാരവും കഴിക്കും. അതാണ് നമ്മുടെ മിശ്രാഹാരി എന്നുള്ള ഗണത്തിൽ പെടുന്നത്. അപ്പം നമുക്ക് എക്സാമ്പിൾസ് പൊതുവേ തന്നിട്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനം വരുന്നുണ്ട്. ഇപ്പം ആട്, പൂച്ച, മനുഷ്യൻ, മുയൽ, അങ്ങനെ എന്തെങ്കിലും ഒരു 4 എക്സാമ്പിൾസ് തന്നിട്ട് ഇതിൽ ഒറ്റപ്പെട്ടത് ഏത് അല്ലെങ്കിൽ ഒറ്റയാൻ ഏത്, ആ ഒരു ഇതിലേക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പം നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. സസ്യാഹാരികളുടെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നവരാരൊക്കെ, അതുപോലെ തന്നെ മാംസാഹാരികളുടെ എക്സാമ്പിളായിട്ട് വരുന്നവരാരൊക്കെ, മിശ്രാഹാരികളുടെ എക്സാമ്പിളായിട്ട് വരുന്നവരാരൊക്കെ എന്നുള്ള ആ എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചു വെക്കുക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ വരാം. എന്നാലും നമ്മൾ ഓൾറെഡി ഇത് കണ്ടുപോയ കാര്യങ്ങളാണ്, സസ്യാഹാരികളും മാംസാഹാരികളും മിശ്രാഹാരികളും. പക്ഷെ അവരുടെ എക്സാമ്പിൾസ് ഓർത്ത് വെക്കണം കേട്ടോ, കാരണം അത് ചോദിക്കുന്നതാണ്. ഈ ചാപ്റ്ററിൻ്റെ അവസാനം വരുമ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ കാണിക്കുക എങ്ങനെയാണെന്നുള്ളത്. അത് കാണുമ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഇതെല്ലാം തെറ്റാണല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷനും വരും. എനിക്ക് ആദ്യം ആ ക്വസ്റ്റ്യൻ എടുത്തപ്പോൾ അങ്ങനെ തോന്നിയായിരുന്നു. പിന്നെയാണ് നോക്കി വന്നപ്പോഴാണ് ഏതാണ് കറക്റ്റ് ആണെന്നുള്ളത് കിട്ടിയത്. അപ്പോൾ നമുക്കത് അവസാനം വരുമ്പോൾ പറയാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഓരോ ജീവിയുടെ ആഹാരം വ്യത്യസ്തമാണ് അല്ലേ? എല്ലാ ജീവികളും ആഹാരം സ്വീകരിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. നമുക്കറിയാം നമ്മൾ എന്തിനാണ് ആഹാരം കഴിക്കുന്നത്, നമുക്ക് എനർജി കിട്ടാൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. പോഷണം അഥവാ ന്യൂട്രീഷൻ. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ പോഷണം അല്ലെങ്കിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എന്നാണ്. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ്, ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, നമ്മുടെ ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷണം എന്ന് പറയുന്നത്. ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നാണ്. നാം കഴിക്കുന്ന ആഹാരത്തിന് നമ്മുടെ ശരീരത്തിൽ വെച്ച് ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മൾ ഇന്നും ഫുഡ് കഴിക്കുന്നവരാണ്. രാവിലെ, ഉച്ചയ്ക്കും വൈകുന്നേരം 4 നേരം അല്ലെങ്കിൽ 3 നേരം
നമ്മൾ ഫുഡ് കഴിക്കുന്നവരാണ്. നമ്മുടെ എനർജിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിക്കുക. അപ്പോൾ അതിൽ എന്താ വൈറ്റമിൻസും മിനറൽസും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ അടങ്ങിയ ഫുഡുകൾ നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ കഴിക്കുന്ന ഫുഡ് നമ്മൾ വായിലേക്ക് കഴിക്കും, നമ്മൾ പറയും വയറ്റിലേക്കാണ് പോകുന്നതെന്ന് പറയും. പക്ഷെ ആ കഴിക്കുന്നതിൽ ഒട്ടേറെ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ വാ തൊട്ട് താഴെ വരെ ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ അതൊക്കെയാണ് ഇനി നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേതാണ് നമ്മുടെ ആഹാര സ്വീകരണം. ഇവിടം തൊട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പോഷണത്തിൻ്റെ ഘട്ടങ്ങൾ. അതാണ് ഈ ഒരു ഹെഡിങ് വരുന്നത് കേട്ടോ. പോഷണത്തിൻ്റെ, അത് നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കൊള്ളുക. മൊത്തത്തിൽ ഒരു 5 ഘട്ടങ്ങളുണ്ട്. അത് 5ഉം പല സെക്ഷൻസിലായിട്ടാണ് വരുന്നത്. പക്ഷെ നിങ്ങൾ മെയിനായിട്ട് ഇവിടെ പോഷണത്തിൻ്റെ ഘട്ടങ്ങൾ എഴുതിയിട്ട് ഒന്നാമത്തെ ഘട്ടം വരുന്ന ആഹാര സ്വീകരണമാണ്. പിന്നെയുള്ള ബാക്കി 4 ഘട്ടങ്ങളും ഇവിടെ തന്നെ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതി പോയാൽ മതി. പിന്നെ വരുമ്പം ഇങ്ങോട്ട് കയറ്റി എഴുതിയാൽ മതി. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്കൂടെ ആകുമ്പോൾ കൺഫ്യൂഷനായി പോകും. അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ പോഷണത്തിൻ്റെ ഘട്ടങ്ങൾ എന്ന് എഴുതുക. അതിൻ്റെ താഴെ ഒന്നാമത്തെ ഘട്ടമായിട്ട് വരുന്നത് ആഹാര സ്വീകരണമാണ്. ഒന്നാമത്തെ ഘട്ടം വരുന്ന ആഹാര സ്വീകരണമാണ്. പിന്നെ വരുന്ന 4 ഘട്ടങ്ങൾ നിങ്ങൾ ഇവിടെ തന്നെ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് ആ കൂടെ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേതാണ് പോഷണത്തിൻ്റെ ഘട്ടങ്ങളിൽ ഒന്നാമത്തേതാണ് ആഹാര സ്വീകരണം. പോഷണത്തിന് 5 ഘട്ടങ്ങളാണുള്ളത്. അതിൻ്റെ ആദ്യ ഘട്ടമാണ് ആഹാര സ്വീകരണം. ആഹാരം ആദ്യം എത്തുന്നത് എവിടെയാണ്? വായിലാണ്. വായിൽ വെച്ച ആഹാരത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പോഷണത്തിൻ്റെ ഘട്ടങ്ങൾ അത് നമ്മൾ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ആ ഘട്ടങ്ങൾ തന്നിട്ട് അതിൽ ഏത് ഓർഡർ തെറ്റിച്ച് തന്നിട്ട് അതിൽ ശരിയായ ഘട്ടം ഏതാണെന്നാണ് അങ്ങനെയാണ് ചോദിക്കുക. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം ആഹാര സ്വീകരണം. ഓക്കെ, അപ്പം നമ്മളിനി വായിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വായിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഉമിനീരുമായിട്ട് കലരുന്നുണ്ട്. അതുപോലെ തന്നെ ചവച്ചരച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ വയറ്റിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയാണ് നോക്കിക്കേ. ചുണ്ട്, നാക്ക്, പല്ല് എന്നിവ ആഹാര സ്വീകരണത്തിൽ എന്ത് പങ്കാണ് നിർവഹിക്കുന്നത്? നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആളാണ് നമ്മുടെ പല്ല്. ആഹാര പദാർത്ഥങ്ങൾ ചവച്ചരയ്ക്കുന്നത് പല്ലുകൾ ഉപയോഗിച്ചാണ്. ആഹാരം കടിച്ചു മുറിക്കുന്നതിനും ചവച്ചരയ്ക്കുന്നതിനും അനുയോജ്യമായ ഘടനയും ക്രമീകരണവുമാണ് നമ്മുടെ പല്ലുകൾക്കുള്ളത്. അപ്പോൾ പല്ലുകൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ ആഹാരങ്ങൾ ചവച്ചരയ്ക്കുന്നതിനും അതുപോലെ തന്നെ കടിച്ചു കീറുന്നതിനും. ചില സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ കടിച്ചു വലിക്കണം. അപ്പം അതിനു വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ പല്ലെന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, ഇനാമൽ എന്ന് പറയുന്നൊരു സാധനം തന്നിട്ടുണ്ട്. നമ്മുടെ ഈ പല്ലിൻ്റെ വൈറ്റ് കളറിലുള്ള ഒരു പോർഷൻ പറയുന്ന പേരാണ് ഇനാമൽ. പിന്നെ പല്ലിൻ്റെ നെടുകയുള്ള ചേതം, അതായത് പല്ലിൻ്റെ അകത്തെ ആ ടിഷ്യൂസും കാര്യങ്ങളും വെയിൻസും ഒക്കെയാണ് ഈ ഒരു ചിത്രത്തിനകത്ത് തന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം നമ്മുടെ ഇനാമലാണ്. പല്ലിൻ്റെ ഉപരിതല പാളിയാണ് ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥവും പല്ലിൻ്റെ ഇനാമലാണ്. അപ്പം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഏതാണ്? നമ്മുടെ ഇനാമലാണ്. പല്ലിൻ്റെ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം. അത് എഴുതി വെക്കണം കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം എന്ന് പറയുന്നത് ഏതാണ്? ഇനാമൽ. പല്ലിൻ്റെ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയോ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഇനാമലാണ്. ഇനി നമുക്ക് പലതരത്തിലുള്ള പല്ലുകളുണ്ട് എന്നൊക്കെ നമുക്കറിയാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യം അവർക്ക് പല്ലുകളില്ല, പിന്നെ പാൽപ്പല്ലുകളൊക്കെ വരുന്നു, പിന്നെ അത് മാറിയിട്ട് സ്ഥിരദന്തങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. പാൽപ്പല്ലുകളും സ്ഥിരദന്തങ്ങളും. പാൽപ്പല്ലുകൾ അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്. അത് ജനിച്ച 6 മാസത്തിന് ശേഷമാണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്. ഈ പല്ലുകളാണ് പാൽപ്പല്ലുകൾ എന്നറിയപ്പെടുന്നത്. നമ്മുടെ മിൽക്ക് ടീത്ത് എന്നറിയപ്പെടുന്നു. മുകളിലും താഴെയുമായി 10 വീതം ആകെ 20 പാൽപ്പല്ലുകളാണ് ഉണ്ടാകുന്നത്. അപ്പം മിൽക്ക് ടീത്തിൻ്റെ എണ്ണം എത്രയാണ് വരിക? 20 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പാൽപ്പല്ലുകൾ വരുന്നത് നമ്മുടെ കുട്ടികൾക്ക് 6 മാസം പ്രായമാകുമ്പോഴാണ് പാൽപ്പല്ലുകൾ വരുന്നത്. പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 20 ആണ്. ആ നമ്പർ ഓർത്തിരിക്കണേ. പാൽപ്പല്ലുകൾ എഴുതിയിട്ട് 20 എന്ന് എഴുതിയാൽ മതി. പാൽപ്പല്ലുകളുടെ എണ്ണം വരുന്നത് 20 എണ്ണമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരുന്നത്. അടുത്തതാണ് നമ്മുടെ പെർമനൻറ്റ് ടീത്ത്, സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്നത്. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയതിന് ശേഷം
പിന്നീട് മുളയ്ക്കുന്ന പല്ലുകളാണ് ഏത്? സ്ഥിരദന്തങ്ങൾ അല്ലെങ്കിൽ പെർമനന്റ് ടീത്ത്. നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തീരെ കുഞ്ഞായിരിക്കും നമ്മുടെ ഈ പാൽപ്പല്ലുകളൊക്കെ വരും. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ പൊഴിഞ്ഞു പോവും. പിന്നീട് വരുന്നത് പെർമനന്റ് ടീത്താണ്. ഇപ്പം നമുക്കൊക്കെ ആയിരിക്കുന്ന നമ്മുടെ പെർമനന്റ് ടീത്തുകളാണ്, സ്ഥിരദന്തങ്ങളാണ്. ഇവ പൊട്ടിപ്പോവുകയോ ഇളകി പോവുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പകരം പുതിയ പല്ലുകൾ ഉണ്ടാകുന്നില്ല. നമ്മുടെ അണപ്പല്ലുകളൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് വരത്തില്ല അല്ലേ, വരാൻ പാടാണ്, പിന്നെ അത് വരത്തില്ല. കാരണം അത് പെർമനന്റ് ടീത്താണ്, സ്ഥിരദന്തങ്ങളാണ്. പിന്നെ നമ്മൾ ഈ റൂട്ട് കനാല് അല്ലെങ്കിൽ ക്യാപ്പ് ഇടുക അല്ലെങ്കിൽ പുതിയ ടീത്ത് വെക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് പിന്നെ ചെയ്യുക. അപ്പം സ്ഥിരദന്തങ്ങളെന്ന് പറഞ്ഞാൽ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയതിനു ശേഷം വരുന്നതാണ് നമ്മുടെ സ്ഥിരദന്തങ്ങൾ അല്ലെങ്കിൽ പെർമനന്റ് ടീത്ത്. അവ പൊട്ടിപ്പോവുകയോ ഇളകി പോവുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പകരം പുതിയ പല്ലുകൾ ഉണ്ടാകുന്നില്ല. നമുക്കറിയാം നമ്മുടെ സാധാരണ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ മനുഷ്യൻ്റെ പല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 32 പല്ലുകളാണ്. അപ്പോൾ ഈ ഒരു നമ്പർ ഓർത്തിരിക്കണം. നമ്മുടെ പാൽപ്പല്ലുകളുടെ 20 എന്നുള്ള നമ്പറും ഓർത്തിരിക്കണം കേട്ടോ. പാൽപ്പല്ലുകൾ, അതായത് മിൽക്ക് ടീത്ത് 20 എണ്ണമാണ് സാധാരണഗതിയിൽ വരിക. പിന്നെ നമ്മുടെ പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മനുഷ്യന് സാധാരണഗതിയിൽ എത്ര പല്ലുകളാണ്? 32 പല്ലുകളാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു നമ്പേഴ്സ് രണ്ടും ഓർത്തിരിക്കുക. ഇനി അടുത്ത നോക്കി, ഇവിടെ കുറച്ച് പല്ലുകൾ തന്നിട്ടുണ്ട്. ചർവണകം, അഗ്രചർവണകം, കോമ്പല്ല്, ഉളിപ്പല്ലെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നാം കഴിക്കുന്ന എല്ലാ ആഹാരവും ഒരുപോലെയാണോ? ചിലത് കാഠിന്യം കൂടിയതും മറ്റു ചിലത് മൃദുവുമായിരിക്കും. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും നമ്മെ സഹായിക്കുന്നത് വിവിധ തരം പല്ലുകളാണ് അല്ലേ. നമ്മുടെ 32 പല്ലുകളിലാണെങ്കിലും വെറൈറ്റീസ് ഓഫ്, അതായത് 4 ടൈപ്പ് പല്ലുകൾ ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ അവയുടെ സ്ഥാനം അല്ലെങ്കിൽ എണ്ണം, അവയുടെ ഉപയോഗമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. പ്രായപൂർത്തിയായ ഒരാളുടെ വ്യത്യസ്ത തരം പല്ലുകളും അവയുടെ സ്ഥാനവും എണ്ണവും ഉപയോഗവും പട്ടികയിൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. നോക്കിയേ, 4 തരത്തിലുള്ള, ഇത് 4 ടൈപ്സ് ഓഫ് ടീത്ത് ആണ് നമ്മുടെ പൊതുവേ നമ്മുടെ വായിക്കാത്തുള്ളത്. ആ 32 പല്ലുകളിൽ 4 തരത്തിലുള്ള പല്ലുകളുണ്ട് എന്നാണ് പറയുന്നത്. ഒന്നാമത്തേതാണ് നമ്മുടെ ഇൻസിസർ, ഉളിപ്പല്ലെന്ന് പറയും. ഈ പേരുകൾ ഓർത്തിരിക്കണം, അവയുടെ ഉപയോഗം എന്നാണല്ലോ ഓർത്തിരിക്കണം കേട്ടോ. ഈ എണ്ണം ഓർത്തില്ലെങ്കിലും പേരും ഉപയോഗവും എന്നാണല്ലോ ഓർത്തിരിക്കണം. അപ്പോൾ ഉളിപ്പല്ല് എവിടെയാണ് കാണുന്നത്? മുൻവശത്ത് മുകളിലും താഴെയുമായി 4 പല്ലുകൾ വീതം കാണപ്പെടുന്നതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ കാണപ്പെടുന്നതാണ് നമ്മുടെ ഉളിപ്പല്ല്. അതെന്തിനാണ്? ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഉളിപ്പല്ലിൻ്റെ ഉപയോഗം എന്താ? ആഹാര വസ്തുക്കൾ കടിച്ച് മുറിക്കാൻ സഹായിക്കുന്നതാണ് എന്ത്? നമ്മുടെ ഇൻസിസർ അല്ലെങ്കിൽ ഉളിപ്പല്ലെന്ന് പറയുന്നത്. അത് നമ്മുടെ ഫ്രണ്ട് പോർഷനിലാണ് ഇരിക്കുന്നത്. മേളിലും താഴെയായിട്ട് 4 പല്ലുകൾ വീതമുണ്ട്. അപ്പോൾ ഉളിപ്പല്ലിൻ്റെ ഉപയോഗം എന്തുവാ? ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഉളിപ്പല്ല്. ഇനി രണ്ടാമത്തെ ആളാണ് നമ്മുടെ കോമ്പല്ല്. കോമ്പല്ലിൻ്റെ സ്ഥാനം എവിടെയാ? ഉളിപ്പല്ലുകളുടെ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 2 പല്ലുകൾ വീതം. നമ്മളിടയ്ക്ക് ഇങ്ങനെ കളിയാക്കും കോമ്പല്ലുള്ളവരെയൊക്കെ അല്ലേ. അപ്പോൾ അത് കോമ്പല്ല് എന്തിനു വേണ്ടി? ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. മറ്റേത് കടിച്ചു മുറിക്കാനാണ് ഉളിപ്പല്ല് സഹായിക്കുന്നത്, നമ്മുടെ ഫ്രണ്ട് പോർഷൻ. കോമ്പല്ലാണെങ്കിൽ സൈഡിലോട്ടുള്ളതാണ്. അതെന്താ? ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. മറ്റേത് കടിച്ചു മുറിക്കാനും, ഇത് രണ്ടാമത്തെ കോമ്പല്ല് നമ്മുടെ കടിച്ച് കീറാനും സഹായിക്കുന്നു. ഇനിയാണ് നമ്മുടെ അഗ്രചർവണകം, അതായത് കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 4 പല്ലുകൾ വീതമുള്ളതാണ് നമ്മുടെ അഗ്രചർവണകം. പ്രീമോളാറും മോളാറും ഉണ്ട്. അതിൽ അഗ്രചർവണകം ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ അഗ്രചർവണകവും അല്ലെങ്കിൽ ചർവണകവും. രണ്ടും ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതാണ്, മോളാറും പ്രീമോളാറും. ഇനി ചർവണകമാണെങ്കിൽ നമ്മുടെ മുകളിലും താഴെയുമായിട്ട് 6 പല്ലുകൾ വീതവും ഉണ്ട്. അപ്പോൾ ഈ അഗ്രചർവണകവും അല്ലെങ്കിൽ ചർവണകവും നമ്മൾ കോമ്പല്ലുകൾ എന്നൊക്കെ പറയും അല്ലേ. കോമ്പല്ലല്ലോ, നമ്മുടെ അണപ്പല്ലെന്ന് പറയും. അപ്പോൾ അഗ്രചർവണകത്തിൻ്റെയും ചർവണകത്തിൻ്റെയും ഉപയോഗം എന്ന് പറയുന്നത് എന്താണ്? ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതാണ് പ്രീമോളാറും മോളാറും. നമ്മുടെ ഇൻസിസറും ക്യാനൈനും എന്ന് പറയുന്ന കോമ്പല്ലും എന്തിനുപയോഗിക്കുന്നു? ഇൻസിസർ ആണെങ്കിൽ കടിച്ച് മുറിക്കാനും കോമ്പല്ലാണെങ്കിൽ കടിച്ച് കീറാനും സഹായിക്കുന്നു. അപ്പോൾ ഈ പല്ലുകളും അവയുടെ ഉപയോഗങ്ങളും പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഉളിപ്പല്ലാണെങ്കിൽ ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. കോമ്പല്ലാണെങ്കിൽ ആഹാരവസ്തുക്കൾ കടിച്ച് കീറാൻ സഹായിക്കുന്നു. അഗ്രചർവണകവും ചർവണകവുമാണെങ്കിൽ ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. ഇതാണ് നമ്മുടെ 4 ടൈപ്സ് ഓഫ് ടീത്ത്. 4 ടൈപ്പ് ഉണ്ട്, നമുക്ക് മൊത്തത്തിൽ 32 എണ്ണം ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് ഈ 4 തരത്തിലുള്ള പല്ലുകളാണ് നമ്മുടെ വായ്ക്കകത്ത് നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 4 തരത്തിലുള്ള പല്ലുകൾ അവയുടെ ഉപയോഗങ്ങളും കിട്ടിയോ? എഴുതിയെടുത്തോ? അത് 4 തരത്തിലുള്ള പല്ലുകളുണ്ട്, അവയുടെ ഉപയോഗങ്ങളും ഉണ്ട്. ഓക്കെ. ഉളിപ്പല്ലാണെങ്കിൽ ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. കോമ്പല്ലാണെങ്കിൽ കടിച്ചു കീറാൻ സഹായിക്കുന്നു. അഗ്രചർവണകമാണെങ്കിൽ ചവച്ചരയ്ക്കാൻ, അതുപോലെ തന്നെ ചർവണകവും ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു അഗ്രചർവണകവും നമ്മുടെ പ്രീ മോളാറും മോളാറും ഈ 2 എണ്ണവും എന്താണ്? അണപ്പല്ലുകളായിട്ടാണ് നമ്മൾ പറയുക. നമ്മുടെ അണപ്പല്ലായിട്ട് പറയുന്ന ഏതൊക്കെയാണ്? അഗ്രചർവണകവും ചർവണകവുമാണ്. പ്രീ മോളാറും മോളാറിനെയാണ് നമ്മൾ അണപ്പല്ലുകൾ എന്ന് പൊതുവെ പറയുന്നത്, അല്ലേ? നമ്മുടെ വായുടെ ഈ 2 സൈഡിലായിട്ട് വരുന്നതാണ് നമ്മുടെ അണപ്പല്ലുകൾ. അതാണ് പ്രീ മോളാറും മോളാറും. ആ 2 എണ്ണത്തിനെയും പൊതുവെ പറയുന്ന പേരാണ് അണപ്പല്ലുകൾ എന്ന് പറയുന്നത്. ഇനി പ്രായപൂർത്തിയായ ഒരാൾക്ക് എത്ര പല്ലുകൾ ഉണ്ടാകും? നമ്മൾ പറഞ്ഞു 32. മിൽക്ക് ടീത്ത് ആണെങ്കിൽ എത്രയാണ്? 20. പാൽപ്പല്ലുകളാണെങ്കിൽ 20. നമ്മൾ ഓരോ പല്ലിൻ്റെ ഉപയോഗവും അവയുടെ എണ്ണവും ഒക്കെ കണ്ടു. ഇനി നോക്കിക്കേ, മാംസാഹാരികളും സസ്യാഹാരികളുമായ ജീവികളുടെ പല്ലുകളുടെ പ്രത്യേകത അവയുടെ ആഹാര രീതിയുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ മാംസാഹാരിയായിട്ടുള്ള കടുവ ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ സസ്യാഹാരിയായിട്ടുള്ള പശു ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ. അപ്പോൾ അതിൻ്റെ എല്ലാം പല്ലുകളുടെ പ്രത്യേകത നമ്മൾ നോക്കുന്നത്. മാംസാഹാരികളുടെ കോമ്പല്ലുകൾ വളരെയേറെ വികാസം പ്രാപിച്ചിരിക്കുന്നു. ഇവ മാംസം കടിച്ചു കീറാൻ സഹായിക്കുന്നു. അപ്പോൾ നമ്മുടെ മാംസാഹാരികൾക്ക് കടിച്ചു കീറാൻ, അതായത് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലെന്ന് പറയുന്നത് എന്താണ്? കോമ്പല്ലുകളാണ് കേട്ടോ. മാംസാഹാരികൾക്ക് കടിച്ചു കീറാൻ സഹായിക്കുന്നത്, അത് എഴുതി വെക്കണേ. മാംസാഹാരികൾക്ക് കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ എന്ന് പറയുന്നത് എന്താണ്? കോമ്പല്ലുകളാണ്. മാംസാഹാരികളുടേത് കോമ്പല്ലുകൾ. ഇനി സസ്യാഹാരികളിലാണെങ്കിൽ ഉളിപ്പല്ലുകളാണ് ആഹാരം കടിച്ചു മുറിക്കാനും അതുപോലെ തന്നെ അണപ്പല്ലുകൾ ആഹാരം ചവച്ചരയ്ക്കാനും സഹായിക്കുന്നത്. ഏകദേശം നമ്മുടെ മനുഷ്യരുടേതുപോലെയാണ് നമ്മുടെ സസ്യാഹാരികളുടെ കാര്യം വരുന്നത്. അതായത് ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചു മുറിക്കാനും അണപ്പല്ലുകൾ ആഹാരം ചവച്ചരയ്ക്കാനും സഹായിക്കുന്നു. അപ്പം മെയിനായിട്ടും മാംസാഹാരികളുടെ കാര്യം ഓർക്കുക. മാംസാഹാരികൾക്ക് കോമ്പല്ലുകളാണ് നമ്മുടെ ഈ മാംസം കടിച്ചു കീറാനായിട്ട് സഹായിക്കുന്നത്. കോമ്പല്ല് കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കണേ. കോമ്പല്ലാണ് മാംസാഹാരിയുടെ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നതിനുള്ള പല്ലുകൾ എന്ന് പറയുന്നത് കോമ്പല്ല്. സസ്യാഹാരിയുടെ ആണെങ്കിൽ ഉളിപ്പല്ലുകളും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അണപ്പല്ലുകൾ, നമ്മുടെ ചവർണകവും അഗ്രചവർണകവും, ഇത് പ്രീമോളാറും മോളാറും അല്ലേ? അഗ്രചർവണകവും നമ്മുടെ ചർവണകവും, അത് രണ്ടുമാണ് നമ്മുടെ സസ്യാഹാരികൾക്കുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഓർത്തിരിക്കണം. മാംസാഹാരികളുടേത് കോമ്പല്ലുകളും സസ്യാഹാരികൾക്കാണെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ പോലെ ഉളിപ്പല്ലുകളും അണപ്പല്ലുകളും, അത് രണ്ടുമാണ് നമ്മുടെ സസ്യാഹാരികൾക്കുള്ളത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് പല്ലുകളുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഇനി ദന്തക്ഷയം, കേടായ പല്ലുകൾ നോക്കിക്കേ. ഭക്ഷണം ചവച്ചരയ്ക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന പല്ലുകൾ ശ്രദ്ധയോടെ സംരക്ഷിക്കേണ്ടതാണ്. എന്നാൽ മിക്ക ആളുകളിലും പല്ലുകളിൽ കേട് വരാറുണ്ട്, അല്ലേ? നമ്മൾ ഇടയ്ക്ക് തുള പോലെ വരാറുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ കേടായിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ മൊത്തത്തിൽ ആ ക്യാപ്പ് പറഞ്ഞു പോകാറുണ്ട്. അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടാകാറുണ്ട് നമ്മുടെ പല്ലിന്. കാൽസ്യം സംയുക്തം കൊണ്ട് നിർമ്മിതമായ കാഠിന്യമേറിയ പദാർത്ഥമാണല്ലോ മാർബിൾ. ഇതിൻ്റെ ചെറിയ കഷ്ണം എടുത്ത് ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കൂ. ഇതിനെ നേർപ്പിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ട് വയ്ക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് ആ മാർബിൾ കഷ്ണത്തിന് എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാർബിൾ കഷ്ണം കാൽസ്യം, അതായത് കാൽസ്യം അടങ്ങിയതാണ് നമ്മുടെ മാർബിൾ എന്ന് പറയുന്നത്. അതിനെ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ട് കഴിയുമ്പം എന്താണ് സംഭവിക്കുക? അത് പയ്യെ ദ്രവിക്കാൻ തുടങ്ങും. അപ്പം അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പല്ലുകളിലും ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കുടുങ്ങി കഴിയുമ്പം, അല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ വായ്ക്കകത്തിരുന്ന് ആസിഡ് ഫോം ചെയ്ത് നമ്മുടെ പല്ലുകളിൽ കേടുണ്ടാകാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മളിത് നോക്കാൻ പോകുന്നത്. ഓക്കെ. മാർബിൾ കഷ്ണം ദ്രവിക്കുന്നതായി കണ്ടില്ലേ? ആസിഡ് കാൽസ്യം സംയുക്തമായ മാർബിളുമായി പ്രവർത്തിച്ചതാണ് ഇതിന് കാരണം. അതായത് ആസിഡ് കാൽസ്യമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ മാർബിള്
പയ്യെ ദ്രവിക്കാൻ തുടങ്ങി. പല്ലിൻ്റെ ഇനാമലും ഒരു കാൽസ്യം സംയുക്തമാണ്. നമ്മൾ പറഞ്ഞു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഒന്നാണ് നമ്മുടെ പല്ലിൻ്റെ ഇനാമൽ. അതെന്താണ്? കാൽസ്യം അടങ്ങിയതാണ്. കാൽസ്യം സംയുക്തമാണ് നമ്മുടെ ഇനാമൽ. ഇത് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാലക്രമേണ നമ്മുടെ പല്ലിന് കേടുവരാം, അല്ലെങ്കിൽ പല്ല് പയ്യെ പൊട്ടി പോവാം. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മുടെ ഇനാമൽ മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ പദാർത്ഥമാണ് ഇനാമൽ. അതൊരു കാൽസ്യം സംയുക്തമാണ്. ഓക്കെ, ഇനി നമ്മുടെ ഒരു കൊച്ചും ഒരു ഡോക്ടറും തമ്മിലുള്ളൊരു സംഭാഷണമാണ്. അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ, എൻ്റെ ചേച്ചിയുടെ ചില പല്ലുകൾ കേടുവന്നതായി കാണുന്നു, എന്താണിതിന് കാരണം? ഇപ്പോൾ ഡോക്ടർ പറയാണ്, ആഹാരം കഴിച്ചതിന് ശേഷം വായ ശരിയായി വൃത്തിയാക്കിയില്ലെങ്കിൽ ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഇതിൽ ബാക്ടീരിയകൾ പോഷണം നടത്തും, തൽഫലമായി ലാക്റ്റിക് ആസിഡ് ഉണ്ടാകും. ഇതാണ് പല്ലുകളെ കേടുവരുത്തുന്നത്. അപ്പോൾ ദന്തക്ഷയത്തിന് അല്ലെങ്കിൽ നമ്മുടെ പല്ലുകളുടെ കേടുവരുന്നതിന്, ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡ് ഏതാണ്? ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡ്, നമ്മൾ ആസിഡിന് ഇങ്ങനെ ഡിനോട്ട് ചെയ്യും കേട്ടോ, എയുടെ മേളിലൊരു ബാറ്. അപ്പോൾ ആ ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കണം, ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. അതായത് നമ്മൾ ബ്രഷ് ചെയ്ത് അല്ലെങ്കിൽ വാ നന്നായിട്ട് കഴുകി നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വായിൽ നിന്ന് പോയില്ല എങ്കിൽ പല്ലുകൾക്കുള്ളിൽ ബാക്ടീരിയകൾ പോഷണം നടത്തും. തൽഫലമായിട്ട് എന്ത് സംഭവിക്കും? ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും. ഇത് പല്ലുകൾ കേടുവരുത്തുന്നു. അപ്പോൾ കൊച്ചു ചോദിക്കുകയാണ് അപ്പം അത് എഴുതിയല്ലോ അല്ലേ, ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡാണ് ഏത്? നമ്മുടെ ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് വളരെ വീര്യം കുറഞ്ഞ ഒരു ആസിഡാണല്ലോ, അതെങ്ങനെയാണ് പല്ലിനെ നശിപ്പിക്കുന്നത്? അപ്പോൾ ഡോക്ടർ പറയാണ്, കാൽസ്യം സംയുക്തമായ മാർബിൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ അത് ദ്രവിക്കുമെന്ന് അറിയാമല്ലോ, നമ്മൾ മുമ്പേ കണ്ടായിരുന്നു. അതുപോലെ കാൽസ്യം സംയുക്തമായ ഇനാമലും ലാക്റ്റിക് ആസിഡുമായി പ്രവർത്തിച്ച് പല്ലിനെ ദ്രവിപ്പിക്കുന്നു. ദീർഘകാലം കൊണ്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. നമ്മൾ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ടല്ല നമ്മുടെ പല്ലിന് ക്ഷയം സംഭവിക്കുന്നത്. പല ദിവസങ്ങളായിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ലാക്റ്റിക് ആസിഡ് നമ്മുടെ പല്ലിനകത്തുണ്ടായി കാൽസ്യം നമ്മുടെ പല്ലിന് ഇനാമലുമായിട്ട് പ്രവർത്തിച്ച് നമ്മുടെ പല്ലിന് കേട് സംഭവിക്കുന്നത്. അപ്പോൾ അത് ഒറ്റ ദിവസം കൊണ്ടല്ല, പല ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് കാലം എടുത്താണ് ഇങ്ങനെയൊരു സംഭവം നമ്മുടെ പല്ലിനകത്ത് ഉണ്ടാകുക. അപ്പോൾ കൊച്ചു പറയുന്നുണ്ട്, ഞാൻ രാത്രിയിൽ പല്ല് നന്നായി വൃത്തിയാക്കും, എന്നാൽ ചിലപ്പോൾ മധുര പലഹാരങ്ങൾ കഴിച്ചിട്ട് വായ കഴുകാതെ കിടന്നുറങ്ങാറുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ? അപ്പോൾ ഡോക്ടർ പറയാണ്, ഏത് ആഹാരം കഴിച്ചാലും വായ നന്നായി വൃത്തിയാക്കണം, പ്രത്യേകിച്ച് മധുരമുള്ള ആഹാരവസ്തുക്കൾ. അവ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ വേഗത്തിലാക്കുന്നു. രാവിലെ ഭക്ഷണത്തിന് മുൻപും രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷവും ബ്രഷ് ഉപയോഗിച്ച് പല്ല് വൃത്തിയാക്കണം. കൂടാതെ ഓരോ തവണയും ഭക്ഷണശേഷം വായ വൃത്തിയാക്കണം. അപ്പോൾ കൊച്ചിന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. കുറേ കാര്യങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഈ കാര്യങ്ങൾ ഞാൻ പാലിക്കും. കൂട്ടുകാരുടെ വീട്ടിലുള്ളവരോട് ഇവ തീർച്ചയായും പങ്കുവയ്ക്കും. അപ്പം നമുക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥമായിട്ടുള്ള നമ്മുടെ ഇനാമൽ, അതൊരു കാൽസ്യം സംയുക്തമാണ് അല്ലേ. നമ്മുടെ കാൽസ്യം സംയുക്തമാണ് നമ്മുടെ ഇനാമൽ എന്ന് പറയുന്നത്. ആ ഇനാമൽ നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വാ കഴുകാതെയും അല്ലെങ്കിൽ ബ്രഷ് ചെയ്യാതെയൊക്കെ ഇരുന്ന് കഴിയുമ്പം നമ്മുടെ വായ്ക്കകത്ത് എന്തുണ്ടാവും? ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും. ഈ ലാക്റ്റിക് ആസിഡ് നമ്മുടെ ഇനാമലുമായിട്ട് കാൽസ്യമായിട്ട് പ്രവർത്തിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ പല്ലിന് കേടുവരും. അപ്പോൾ ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡാണ് എന്ത്? നമ്മുടെ ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ദന്ത സംരക്ഷണം സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നമുക്കറിയാം, എന്നും ബ്രഷ് ചെയ്യണം, രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യണം. എന്ത് കഴിച്ചാലും ഉടനെ പോയി നമ്മൾ വാ കഴുകിയിരിക്കണം. നമ്മുടെ പിള്ളേർക്ക്, നമ്മുടെ കുഞ്ഞു പിള്ളേരോടാണെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഇതാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ചെറുപ്പം തൊട്ടേ പല്ലിന് കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ വലുതായി കഴിയുമ്പോഴും ആ കേട് അവിടെ ഇരിക്കും. പിന്നെ നമ്മളെപ്പോഴും ഈ പല്ലിൻ്റെ ഡോക്ടറിന് ഏറ്റവും കൂടുതൽ പൈസ എന്നല്ല നമ്മൾ പറയുക, ഡെൻ്റൽ ഇതിന്, പല്ലൊക്കെ റൂട്ട് കനാലും അങ്ങനത്തതിനെല്ലാം നല്ല ഇതാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക നന്നായിട്ട്, പല്ല് നന്നായിട്ട് ക്ലീൻ ആക്കുന്നതിൻ്റെയും ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ വാ നന്നായിട്ട് കഴുകുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ പല്ലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത ഒരാളാണ് നമ്മുടെ നാക്ക്. രുചി അറിയാൻ നാക്കിലെ സ്വാദുമുകുളങ്ങൾ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ നാക്കിൽ പുളി അല്ലെങ്കിൽ എരിവ്, ഉപ്പ് ഇതെല്ലാം അറിയാൻ ഓരോ മുകുളങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മളെ ടേസ്റ്റ്
അല്ലെങ്കിൽ നാക്ക് രുചി അറിയാൻ നമ്മളെ സഹായിക്കുന്ന നാക്കിലെ സ്വാദ് മുകുളങ്ങളാണ് നമ്മളെ സഹായിക്കുന്നത്. നാക്കിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? വിഴുങ്ങാൻ സഹായിക്കുന്നു, പല്ലുകൾക്ക് ചവച്ചരയ്ക്കാൻ പാകത്തിന് ആഹാരത്തെ വായ്ക്കുള്ളിൽ ചലിപ്പിക്കുന്നു, അതുപോലെ തന്നെ നാവിൽ ടേസ്റ്റ് രുചി അറിയാൻ സഹായിക്കുന്നത് നമ്മുടെ നാക്കാണ്. വായിൽ ഉമിനീരുണ്ടല്ലോ, ദഹന പ്രക്രിയയിൽ ഉമിനീരും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ തുപ്പലും ദഹന പ്രക്രിയയിൽ വളരെയധികം പങ്ക് വഹിക്കുന്ന ഒന്നാണ്. എവിടെയാണ് ഉമിനീരിൻ്റെ ഉൽപ്പാദനം നടക്കുന്നത്? നോക്കിക്കേ, ഇവിടെ കുറച്ച് ഉമിനീർ ഗ്രന്ഥികൾ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു ക്രീം കളറിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഉമിനീർ ഗ്രന്ഥികൾ. അപ്പോൾ നോക്കി, ആഹാരം അന്ന പദാർത്ഥം, നമുക്കറിയാം ഈ ഉമിനീർ ഉണ്ടാകുന്ന ഏതുവഴിയാണ്? ഉമിനീർ ഗ്രന്ഥികളിലൂടെയാണ്. അത്രേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. വായിൽ ഉമിനീരുണ്ട്, ദഹന പ്രക്രിയയിൽ ഉമിനീരും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഉമിനീരിൻ്റെ ഉൽപ്പാദനം എവിടെ നിന്നാണ്? ഉമിനീർ ഗ്രന്ഥികളിൽ നിന്നാണ് നമ്മുടെ ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മുടെ പോഷണത്തിൻ്റെ ഘട്ടങ്ങളിൽ ഒന്നാമത്തെ എന്താണ്? ആഹാര സ്വീകരണം. അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നതാണ് നമ്മുടെ പല്ല്, നാക്ക്, ഇതെല്ലാം അല്ലേ? അതുപോലെ തന്നെ ഉമിനീരും. അപ്പോൾ പല്ലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, 4 ടൈപ്പ് പല്ലുകളുണ്ട്, അവയുടെ ഉപയോഗങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മുടെ നാക്കിലെ മുകുളങ്ങൾ, സ്വാദ മുകുളങ്ങളാണ് നമുക്ക് ടേസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. പിന്നെയുള്ളതാണ് നമ്മുടെ ഉമിനീര്. ഉമിനീര് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഉമിനീർ ഗ്രന്ഥികളിൽ നിന്നാണ് നമ്മുടെ ഉമിനീർ ഉണ്ടാകുന്നത്. ഇനി അടുത്തത് നോക്കിക്കേ, ആഹാരം അന്നപഥത്തിലൂടെ. നമ്മൾ വായിൽ വെച്ച് ഇത്രയും നേരം നമ്മുടെ വായുടെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ആഹാരം സ്വീകരിച്ചു, നമ്മുടെ വായിൽ നമ്മൾ ചവച്ചരച്ചു, ഇനി അത് താഴേക്ക് പോവാണ്. വായിൽ വെച്ച് ചവച്ചരയ്ക്കപ്പെടുന്ന ആഹാരം പിന്നീട് ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്താണ് എത്തിച്ചേരുന്നതെന്ന് ചിത്രം നിരീക്ഷിച്ച് മനസ്സിലാക്കൂ. വായിൽ വെച്ച് ചവച്ചരയ്ക്കപ്പെടുന്ന ആഹാരം പിന്നീട് അന്നനാളത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ വായിൽ വെച്ച് കഴിച്ചു, പിന്നീട് ദഹന വ്യവസ്ഥയുടെ ഒരു ഭാഗമാണ് എന്ത്? അന്നനാളം. ഏകദേശം നമ്മുടെ ഈ തൊണ്ടയുടെ താഴേക്ക് വരുന്ന ഈ ഒരു പോർഷനാണ് എന്ത്? അന്നനാളം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ആഹാരത്തോടൊപ്പം ഒരു യാത്ര പോയാലും വായ്ക്കുള്ളിൽ വെച്ച് ചവച്ചരയ്ക്കപ്പെട്ട ആഹാരം അന്നനാളത്തിലൂടെ ആമാശയത്തിൽ എത്തുന്നു. അപ്പം നമ്മുടെ വായിൽ നിന്ന് ചവച്ചരയ്ക്കപ്പെട്ട ആഹാരം ഇതിലേക്കൂടെയാണ് പോകുന്നത്? അന്നനാളത്തിലൂടെ എങ്ങോട്ടേക്ക് പോകുന്നു? നമ്മുടെ ആമാശയത്തിലേക്ക് പോകുന്നു. ഇനി എന്താണ് അന്നനാളം? വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് അന്നനാളം. ഇത് പേശികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം നോക്കിക്കേ, നമ്മുടെ ആമാശയത്തെ എന്തുമായിട്ട്? വായുവായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പൈപ്പ് പോലെ ഇരിക്കും. ഈ ഒരു കുഴൽ പോലെ ഇരിക്കുന്ന സാധനമാണ് എന്ത്? നമ്മുടെ അന്നനാളം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പേശികളാൽ നിർമ്മിതമാണ് നമ്മുടെ ഈ അന്നനാളം. അപ്പോൾ വായയെ ആമാശയമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കുഴലാണ് അന്നനാളം എന്ന് പറയുന്നത്. ഇത് പേശികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ആഹാരം ആമാശയത്തിലെത്തുന്നത്. ഈ ചലനമാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞു പേശികളാൽ നിർമ്മിതമാണെന്ന് പറയുന്നു ഈ ഒരു കുഴൽ അന്നനാളം. അപ്പോൾ ഈ അന്നനാള ഭിത്തിയിലുള്ള തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ആഹാരം ആമാശയത്തിലെത്തുന്നത്. അതിങ്ങനെ നമ്മൾ പറയില്ലേ വൈബ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തരംഗ ചലനത്തിലൂടെയാണ് എന്ത്? ഭക്ഷണം നമ്മുടെ ആമാശയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരു ചലനത്തിന് പറയുന്ന പേരാണ് എന്ത്? പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന പേര് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, എന്താണ് പെരിസ്റ്റാൾസിസ്? അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ആഹാരം ആമാശയത്തിലെത്തുന്നത്. ഈ തരംഗ ചലനത്തെയാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അന്നനാളം എന്താണ്? വായയെ ആമാശയമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു കുഴൽ പോലത്തെ ഭാഗമാണ് നമ്മുടെ അന്നനാളം. അതായത് നമ്മൾ വായിൽ നിന്ന് ചവച്ചരച്ച നമ്മുടെ ഫുഡ് ഐറ്റംസ് അത് അന്നനാളത്തിലൂടെയാണ് നമ്മുടെ ആമാശയത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ കിട്ടിയോ? അപ്പോൾ വായിൽ വെച്ച് ചവച്ചരയ്ക്കപ്പെടുന്ന ആഹാരം അന്നനാളത്തിലേക്ക് പോകുന്നു. അന്നനാളം വഴി എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മുടെ ആമാശയത്തിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പോൾ അവിടെ നടക്കുന്ന ആ ഒരു ചലനത്തിന് പറയുന്ന പേരാണ് നമ്മുടെ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ആഹാരം ഇനി ആമാശയത്തിലെത്തി കേട്ടോ. നമ്മുടെ വായിൽ നിന്ന് അത് അന്നനാളത്തിലൂടെ കടന്ന് എവിടെ എത്തി? നമ്മുടെ ആമാശയത്തിലെത്തി. വായ്ക്കുള്ളിൽ വെച്ച് ദഹനം ആരംഭിച്ച ആഹാര പദാർത്ഥങ്ങൾ അന്നനാളം വഴി ആമാശയത്തിൽ എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കിയല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പോഷണത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് ദഹനം. നമ്മൾ മുമ്പേ എഴുതിയായിരുന്നല്ലോ, ഒന്നാമത്തെ ഘട്ടം എന്തായിരുന്നു? പോഷണത്തിൻ്റെ ഫസ്റ്റ് ഘട്ടം എന്തായിരുന്നു?
ആഹാര സ്വീകരണം. അതാണ് നമ്മുടെ വായുടെ കാര്യവും പല്ലും നാക്കും എല്ലാം നമ്മൾ പറഞ്ഞു വന്നത്. ഒന്നാമത്തെ ഘട്ടമായിരുന്നു നമ്മുടെ ആഹാര സ്വീകരണം. രണ്ടാമത്തെ ഘട്ടമാണ് നമ്മുടെ ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം എന്ന് പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ ഘട്ടം ആഹാര സ്വീകരണം, രണ്ടാമത്തേത് ദഹനം. അപ്പോൾ ആമാശയത്തിൽ വെച്ച് പോഷണത്തിൻ്റെ രണ്ടാം ഘട്ടമായ ദഹനം ഭാഗികമായി നടക്കുന്നുള്ളൂ. മൊത്തം ദഹനം നമ്മുടെ ആമാശയത്തിൽ വെച്ചല്ല നടക്കുന്നത്, അത് ഓർക്കണം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ദഹനം പൂർണ്ണമായി നടക്കുന്നതും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ ഓപ്ഷൻസിൻ്റെ അകത്ത് ആമാശയമൊക്കെ കാണാം. പക്ഷെ പൂർണ്ണമായിട്ടും ആമാശയത്തിൽ വെച്ചല്ല ദഹനം നടക്കുന്നത്, ഭാഗികമായിട്ടേ ദഹനം ആമാശയത്തിൽ വെച്ച് നടക്കുന്നുള്ളൂ. ആഹാര പദാർത്ഥങ്ങൾ 4 മുതൽ 5 മണിക്കൂർ വരെ ഇവിടെ നിലനിൽക്കും. ആമാശയ ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം മൂലം ആഹാരം കുഴമ്പ് രൂപത്തിലാവുന്നു. ഒരു പേസ്റ്റ് പോലെ നമ്മുടെ ഈ ആമാശയത്തിലാവുന്നുണ്ട്. ആമാശയ ഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസം ദഹനത്തെ സുഗമമാക്കുന്നു. ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ആമാശയ ഭിത്തി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് മാംസ്യത്തിൻ്റെ ദഹനത്തെ സഹായിക്കുകയും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മുടെ ദഹനം, അതായത് നമ്മുടെ വായിലൂടെ വന്ന ചവച്ചരച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ അന്നനാളത്തിലൂടെ കടന്ന് നമ്മുടെ ആമാശയത്തിലെത്തുന്നു. അവിടെ ദഹനം ഭാഗികമായി നടക്കുന്നു. ഞാൻ വേറെ കളർ വെച്ചിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ, അവിടെ ദഹനം ഭാഗികമായിട്ട് നടക്കുന്നു. ഈ ഒരു പോയിന്റ് നോക്കുക, ആമാശയത്തിൽ വെച്ച് ദഹനം ഭാഗികമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തും തരംഗ രൂപത്തിലുള്ള ചലനം നടക്കുന്നുണ്ട്. അങ്ങനെ അതൊരു പേസ്റ്റ്, ഒരു കുഴമ്പ് രൂപത്തിലാകുന്നു നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ. ഇനി നോക്കേണ്ടതാണ്, ആമാശയ ഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസം ദഹനത്തെ സുഗമമാക്കുന്നു. പിന്നെ എന്താണ് നമ്മുടെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആസിഡാണ് ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ആമാശയ ഭിത്തി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതെന്തിനാണ്? രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ മാംസ്യത്തിൻ്റെ ദഹനത്തെ സഹായിക്കുന്നതിനും ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആമാശയമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കേണ്ട കാര്യങ്ങൾ, ഭാഗികമായി ദഹനം നടക്കുന്നു. പിന്നെ എന്താണ്? ആമാശയ ഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസം ദഹനത്തെ സുഗമമാക്കുന്നു. അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും നമ്മുടെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 3 പോയിന്റുകൾ ആമാശയമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം കേട്ടോ. അതായത് ഒന്നാമത്തേത് ഭാഗികമായിട്ടുള്ള ദഹനം നടക്കുന്നു. അതായത് നമ്മൾ പറഞ്ഞു, വായിൽ നിന്ന് അന്നനാളത്തിലൂടെ ചവച്ചരച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ആമാശയത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഭാഗികമായിട്ട് ദഹനം നടക്കുന്നുണ്ട്. പിന്നെ ആമാശയ രസം, അതായത് ആമാശയ ഭിത്തിയിലുള്ള ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസം ദഹനത്തെ സുഗമമാക്കുന്നു. പിന്നെ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ്, ആ ഒരു ആസിഡും നമ്മുടെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 3 പോയിന്റുകളും ആമാശയമായിട്ട് ബന്ധപ്പെട്ടതാണ്, അത് പഠിക്കണം. നമ്മൾ പിന്നെ ഒരു കാര്യം പറഞ്ഞത്, നമ്മുടെ പോഷണത്തിൻ്റെ ഘട്ടങ്ങളിൽ ഒന്നാമത്തെ ഘട്ടം ആഹാര സ്വീകരണം, രണ്ടാമത്തെ ഘട്ടം നമ്മുടെ ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം. അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടും വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റിയില്ലെങ്കിൽ ആ ഫ്ലോ ചാർട്ട് പഠിച്ചാലും മതി. ഒന്നാമത്തേത് ആഹാര സ്വീകരണം, രണ്ടാമത്തേത് ദഹനം. ആമാശയത്തിൻ്റെ കാര്യങ്ങൾ കിട്ടിയോ? നമ്മുടെ വായിൽ നിന്ന് അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് പോകുന്നു. ഇനി അവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. ആമാശയത്തിൻ്റെ കാര്യങ്ങൾ കിട്ടിയോ? ഓക്കെ ആണോ? അവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ നിന്ന് എങ്ങോട്ടേക്കാകുന്നു പോകുന്നത്? നമ്മുടെ ചെറുകുടലിലേക്കാണ് ഫുഡ് പോകുന്നത്. ഓക്കെ, നമ്മൾ കുഴമ്പ് രൂപത്തിലായി നമ്മൾ പറഞ്ഞു, ദഹനം പകുതിയെ നടന്നിട്ടുള്ളെന്ന് പറഞ്ഞു. ഇനി അത് പോകുന്നത് നമ്മുടെ ചെറുകുടലിലേക്കാണ് കേട്ടോ. വായ കഴിഞ്ഞു, വായയിൽ നിന്ന് അന്നനാളത്തിലൂടെ നമ്മുടെ ആമാശയത്തിലെത്തി. ഇനി ആമാശയത്തിൽ നിന്ന് അതെങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ ചെറുകുടലിലേക്കാണ് പോകുന്നത്. നോക്കിക്കേ, ആഹാരം ചെറുകുടലിൽ. മനുഷ്യൻ്റെ ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. നമ്മുടെ ചെറുകുടൽ അത് ഇങ്ങനെ ചുരുങ്ങി നല്ല രസമല്ലേ കാണാൻ, ഇങ്ങനെ ഇരിക്കുന്നത്. അത് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. അപ്പോൾ പോഷണത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടമായ ദഹനം നമ്മൾ പറഞ്ഞു ഇല്ലേ? രണ്ടാമത്തെ ഘട്ടമാണ് ഏത്? ദഹനം. ദഹനം പൂർത്തിയാകുന്നതും പോഷക ഘടകങ്ങളുടെ ആകിരണം നടക്കുന്നതും ഇവിടെ വെച്ചാണ്. അപ്പം
ദഹനം പൂർത്തിയാകുന്നത് എവിടെയാണ്? നമ്മുടെ ഡൈജഷൻ പൂർത്തിയാകുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ്? നമ്മുടെ ചെറുകുടലിൽ വെച്ചാണ്, അല്ലാതെ ആമാശയത്തിൽ വെച്ചല്ല കേട്ടോ. ആമാശയത്തിൽ ഭാഗികമായിട്ടേ നടക്കുന്നുള്ളൂ. ദഹനം ഡൈജഷൻ പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ്? നമ്മുടെ ചെറുകുടലിൽ വെച്ചാണ്, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചാണ് നമ്മുടെ ദഹനം പൂർത്തിയാകുന്നത്. അപ്പോൾ അത് മാറിപ്പോകാതെ പഠിക്കുക. ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചാണ്. അതുപോലെ തന്നെ പോഷക ഘടകങ്ങളുടെ ആകിരണം നടക്കുന്നത് എവിടെ വെച്ചാണ്? നമ്മുടെ ചെറുകുടലിൽ വെച്ചാണ്. ഇനി ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് വെച്ച് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും ആഗ്നേയ ഗ്രന്ഥി, അതായത് നമ്മുടെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയ രസവും ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്ന് ദഹനം പൂർണ്ണമാകുന്നു. നമ്മൾ പറഞ്ഞു ചെറുകുടലിൽ വെച്ചാണ് ദഹനം പൂർത്തിയാകുന്നത്. അതിനെ സഹായിക്കുന്ന 2 ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? നമ്മുടെ ആഗ്നേയ രസവും അതുപോലെ തന്നെ നമ്മുടെ പിത്തരസവും. അപ്പം കരൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്ത്? പിത്തരസം എന്ന് പറയുന്നത്. കരൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പിത്തരസം. നമ്മുടെ പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് നമ്മുടെ ആഗ്നേയ രസവും കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കുക. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയ രസവും കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും നമ്മുടെ ഭാഗികമായി ദഹിച്ച ആഹാരവുമായിട്ട് കലർന്ന് നമ്മുടെ ചെറുകുടലിൽ വെച്ച് ദഹനം പൂർത്തിയാകുന്നു. ചെറുകുടലിൽ വെച്ചാണ് ദഹനം പൂർത്തിയാകുന്നത്. അതിന് സഹായിക്കുന്ന 2 പേരാണ് നമ്മുടെ പിത്തരസവും അതുപോലെ തന്നെ ആഗ്നേയരസവും. പിത്തരസം ആരാണ് ഉത്പാദിപ്പിക്കുന്നത്? നമ്മുടെ കരള്. ആഗ്നേയരസം ആണെങ്കിൽ ആരാണ് ഉത്പാദിപ്പിക്കുന്നത്? ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ നമ്മുടെ പാൻക്രിയാസ് ആണ് ഉത്പാദിപ്പിക്കുന്നത്. അപ്പോൾ അതും ഓർത്തിരിക്കുക കേട്ടോ. നമ്മൾ ഇവിടെയാണെങ്കിലും നമ്മുടെ ആമാശയരസം, ആമാശയ ഭിത്തിയിൽ ഉണ്ടാകുന്നതാണ് ആമാശയരസം എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ചെറുകുടലിലുള്ളതാണ് നമ്മുടെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസവും. ഇത് രണ്ടും എന്തിനാണ് സഹായിക്കുന്നത്? ദഹനം പൂർത്തിയാകുന്നതിന് വേണ്ടി സഹായിക്കുന്നു. ഇവിടെ നമ്മുടെ കരളുണ്ട്. കരളിൻ്റെ നേരെ എഴുതുക എന്ത്? കരളാണ് നമ്മുടെ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്. ആഗ്നേയ ഗ്രന്ഥി ആണെങ്കിലോ എന്താണ്? ആഗ്നേയ രസം ഉൽപ്പാദിപ്പിക്കുന്നതാണ് നമ്മുടെ ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ്. അപ്പോൾ അത് രണ്ടും ഓർത്തിരിക്കണം കേട്ടോ. ഇത് രണ്ടും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ദഹനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ദഹനം പൂർത്തിയാകുന്ന എവിടെയാണ്? നമ്മുടെ ചെറുകുടലിലാണ് ദഹനം പൂർത്തിയാകുന്നത്. അതിന് സഹായിക്കുന്ന 2 പേരാണ്. ഒന്ന് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും രണ്ടാമത്തേത് ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയ രസവും. ഇത് രണ്ടും നമ്മുടെ ദഹനം പൂർണ്ണമാകാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പം നമ്മുടെ വായ കഴിഞ്ഞു. വായയിൽ നിന്ന് അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തി. ഭാഗികമായിട്ട് ദഹനമൊക്കെ നടന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ആമാശയത്തിൽ നിന്ന് നമ്മുടെ ചെറുകുടലിലേക്ക് പോയി അവിടെ വെച്ച് ദഹനം പൂർത്തിയാകുന്നു. അതിനെ സഹായിക്കുന്നതാണ് നമ്മുടെ പിത്തരസവും അതുപോലെ തന്നെ ആഗ്നേയരസവും. ഇനി നോക്കിക്കേ, നമ്മുടെ ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ എങ്ങനെയാണ് ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള സൂക്ഷ്മങ്ങളായ ഭാഗങ്ങളാണ് വില്ലസുകൾ. ദേ ഇവിടെ കണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് പടം കാണാമല്ലോ അല്ലേ? ഇത് നമ്മുടെ ചെറുകുടലാണ്. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ കുറച്ചുകൂടെ സൂം ചെയ്ത് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിൽ കൂടെ ഒക്കെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഇങ്ങനെ ഓരോ വിരലുകളായിട്ട് തൂങ്ങി കിടപ്പുണ്ട്. ഈ ഒരു PDF ഗ്രൂപ്പിൽ ഞാൻ ഇട്ടതാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? നമ്മുടെ ബേസിക് സയൻസിന് 6ാം ക്ലാസ്സിൽ ഇട്ടതാണ്. അപ്പോൾ നിങ്ങൾ ആ ടെക്സ്റ്റ് എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ അടുത്ത് നോക്കുക. ഈ ഒരു പടം ഇങ്ങനെ വിരലുകളായിട്ട് ഇരിപ്പുണ്ട്. അതിന് പറയുന്ന പേരാണ് എന്ത്? വില്ലസുകൾ. വിരലുകൾ എന്നുള്ള ഇതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. വില്ലസുകൾ അതെന്താണ്? ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള സൂക്ഷ്മങ്ങളായ ഭാഗങ്ങളാണ് വില്ലസുകൾ. ഇവയിലൂടെയാണ് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. അപ്പം നമ്മുടെ പോഷണത്തിൻ്റെ 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? ആഗിരണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ. 1ാമത്തെ നമ്മുടെ ആഹാര സ്വീകരണമായിരുന്നു 1ാമത്തെ ഘട്ടം. 2ാമത്തെ നമ്മുടെ ഡൈജഷൻ ആയിരുന്നു, ദഹനം. 3ാമത്തേതാണ് ഏത്? ആഗിരണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ അതായത് അതെങ്ങനെയാണ് നമ്മുടെ രക്തത്തിലേക്ക് ഇത് ആഗിരണം ചെയ്യപ്പെടുന്നത്? എങ്ങനെയാണ്? വില്ലസുകൾ വഴിയാണ്. ഓർത്തിരിക്കുക, നമ്മുടെ ഈ
എന്താ ആഹാരമായത് ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ നമ്മുടെ ബ്ലഡിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? വില്ലസുകൾ വഴിയാണ് ആഗിരണം ചെയ്യപ്പെടുക. നമ്മുടെ ചെറുകുടലിലെ വിരലുകൾ പോലെയുള്ള വില്ലസുകൾ വഴിയാണ് നമ്മുടെ രക്തത്തിലേക്ക് ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ആഗിരണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ പോഷണത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രക്തത്തിൽ എത്തിച്ചേർന്ന പോഷക ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു അല്ലേ? നമുക്കറിയാം നമ്മുടെ ബ്ലഡിലേക്ക് അത് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ പോഷക ഘടകങ്ങൾ വേസ്റ്റ് ആയിട്ടുള്ളതല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ രക്തത്തിലേക്ക് ചേരുന്നു. അപ്പോൾ അത് നമ്മുടെ ആഗിരണം വഴി, ഇത് വില്ലസുകൾ വഴി നമ്മുടെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. രക്തത്തിൽ എത്തിച്ചേർന്ന ഈ പോഷക ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നു. ഇതാണ് സ്വാംശീകരണം, അസിമിലേഷൻ. നമ്മുടെ സൈക്കോളജിക്കകത്ത് നമ്മൾ പറയുന്ന ഒരു സ്വാംശീകരണം ഉണ്ടല്ലോ, അതുപോലെ തന്നെയുള്ള സ്വാംശീകരണമാണ് ഇത്. നമ്മുടെ രക്തത്തിലേക്ക് എത്തിച്ചേർന്ന ആ പോഷക ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. അതാണ് അസിമിലേഷൻ അല്ലെങ്കിൽ സ്വാംശീകരണം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ നാലാമത്തെ ഘട്ടം. പോഷണത്തിൻ്റെ ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. അതിലെ നാലാമത്തെ ഘട്ടമാണ് ആര്? സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ. ഒന്നാമത്തെ ആഹാര സ്വീകരണം, രണ്ടാമത്തേത് ദഹനം, മൂന്നാമത്തേത് ആഗിരണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ, നാലാമത്തേത് സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ. നമ്മൾ പറഞ്ഞു ബ്ലഡിലേക്ക് പോഷകഘടകങ്ങൾ വന്നു. ആ പോഷകഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. അതിന് പറയുന്ന പേരാണ് സ്വാംശീകരണം. ഇതാണ് നമ്മുടെ നാലാമത്തെ ഘട്ടം. കിട്ടിയോ? 4 ഘട്ടങ്ങൾ: ആഹാര സ്വീകരണം, ദഹനം, മൂന്നാമത്തെ നമ്മുടെ ആഗിരണം. ആഗിരണത്തിന് സഹായിക്കുന്ന ആരാ? നമ്മുടെ ചെറുകുടലിലെ വില്ലസുകളാണ് സഹായിക്കുന്നത്. നാലാമത്തേതാണ് നമ്മുടെ ഈ വില്ലസുകൾ വഴി രക്തത്തിലേക്ക് എത്തിച്ചേർന്ന പോഷകഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. അതാണ് നമ്മുടെ സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ നാലാമത്തെ ഘട്ടം. കിട്ടിയോ? 4 ഘട്ടങ്ങളും മാറ്റിക്കോട്ടെ. 4 ഘട്ടങ്ങളുടെയും പേരുകൾ കിട്ടിയോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ചോദിക്കണേ, മൈക്ക് ഓണാക്കി ചോദിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി ബാക്കി നോക്കാം. നമ്മുടെ ചെറുകുടലിലെത്തി, ചെറുകുടലിൽ നിന്ന് വില്ലസുകളൊക്കെ വഴി നമ്മുടെ ബ്ലഡുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ആഹാരത്തിലെ പോഷകഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വന്നു. ഇനി നോക്കിക്കേ, നമ്മുടെ ദഹനം പൂർത്തിയായല്ലോ. ഇനി അടുത്തതാണ് നോക്കുന്നത്. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ, നമ്മൾ നല്ല കാര്യങ്ങൾ, അതായത് നല്ല സാധനങ്ങളൊക്കെ നമ്മുടെ ബോഡിയായിട്ട് നമ്മൾ സ്വാംശീകരിച്ചെടുത്തു, നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് തീർന്നു. ഇനി കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവശിഷ്ടങ്ങൾ എങ്ങോട്ട് പോകും? നമ്മുടെ വൻകുടലിലേക്ക് പോകും. നമ്മുടെ ചെറുകുടലിൽ വെച്ച് നമ്മുടെ ദഹനം പൂർത്തിയായി അല്ലേ? ചെറുകുടലിൽ വെച്ച് നമ്മുടെ ദഹനം പൂർത്തിയായി. അവിടുന്ന് ദഹനം എല്ലാം കഴിഞ്ഞ് നമ്മുടെ ബ്ലഡിലേക്ക് എല്ലാം കലർന്ന് ആവശ്യമായിട്ടുള്ളതെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് പിടിച്ചു. ഈ പിടിക്കാത്ത കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എങ്ങോട്ട് പോകും? നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ വൻകുടലിലേക്കാണ് പോകുന്നത്. വൻകുടലിൽ വെച്ച് ദഹനാവശിഷ്ടങ്ങളിലുള്ള ജലവും ലവണങ്ങളും ആവശ്യാനുസരണം ആഗിരണം ചെയ്യപ്പെടുന്നു. തുടർന്ന് മലാശയത്തിൽ സംഭരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. ഈ പുറന്തള്ളൽ പ്രക്രിയയാണ് മലവിസർജനം, എക്സഷൻ എന്ന് പറയും. ഇത് പോഷണത്തിൻ്റെ 5ാം ഘട്ടമാണ്. അപ്പം 5ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? വിസർജനം. അതായത് പുറത്തേക്ക് പോകും, അതായത് വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പോകുന്നതാണ് 5ാമത്തെ ഘട്ടം. അപ്പോൾ പോഷണത്തിൻ്റെ ഘട്ടങ്ങളിലെ 5 ഘട്ടങ്ങളും തീർന്നു. 5ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ വിസർജനമാണ്. അതായത് നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ ബ്ലഡുമായിട്ട് സ്വാംശീകരിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള അവശിഷ്ടങ്ങളെല്ലാം നമ്മുടെ വൻകുടലിലേക്ക് പോകും. ആ വൻകുടലിൽ ചെന്ന് കഴിഞ്ഞിട്ടും അവിടെയും ജലവും ലവണങ്ങളും എല്ലാം ആവശ്യാനുസരണം നമ്മുടെ ബോഡിയിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്, അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. ആ വൻകുടലിലേക്ക് ചെന്ന് കഴിഞ്ഞാലും അവിടുന്ന് പിന്നെയും വേസ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ മലാശയത്തിലൂടെയൊക്കെ പുറത്തേക്ക് വിസർജനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ 5ാമത്തെ ഘട്ടമാണ് ഏത്? വിസർജനം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഫ്ലോ ചാർട്ട്. ഇങ്ങനെ എഴുതി വെച്ചാലും മതി. ഞാൻ പറഞ്ഞ 1ാമത്തേത് ആഹാര സ്വീകരിക്കൽ, 2ാമത്തെ ഘട്ടം ഏതാ? പോഷണത്തിൻ്റെ ഘട്ടങ്ങളിൽ 2ാമത്തെ ഘട്ടം ഏതാ? 1ാമത്തെ
രണ്ടാമത്തെ ഘട്ടമാണ് ദഹനം. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഘട്ടം ഏതായിരുന്നു? ആഹാരം സ്വീകരിക്കല്, ദഹനം. മൂന്നാമത്തെ ഘട്ടം എന്നാ ചെയ്യപ്പെടും? നമ്മൾ പറഞ്ഞു ചെറുകുടലിലൂടെ നമ്മുടെ രക്തത്തിലേക്ക് എന്തോ ചെയ്യപ്പെടും എന്ന് പറഞ്ഞു. കൂട്ടി എന്നതായിരുന്നു ദഹനം കഴിഞ്ഞിട്ട് നമ്മുടെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗീരണം അല്ലേ? ആഗീരണം ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ വില്ലസുകൾ വഴിയാണ് രക്തത്തിലേക്ക് പോഷകഘടകങ്ങളൊക്കെ വരുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആഗീരണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്വാംശീകരണം, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് തീർന്നു അല്ലേ? രക്തത്തിലുള്ള ആ പോഷകഘടകങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് തീർന്നു. അതാണ് നമ്മുടെ അസിമിലേഷൻ അല്ലെങ്കിൽ സ്വാംശീകരണം. ലാസ്റ്റത്തെ കാര്യമാണ് എന്ത്? നമ്മുടെ വിസർജനം. ഇതാണ് പോഷണത്തിൻ്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 5 ഘട്ടങ്ങൾ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചുമൊക്കെ ആയിട്ട് ഫ്ലോ ചാർട്ടായിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ വരിക. ഇതിലേതാണ് പോഷണത്തിൻ്റെ ശരിയായ ഘട്ടം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അല്ലാതെ ഇങ്ങനെ ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ചോദിക്കാറില്ല. ഇത് 4 ABCD ഓപ്ഷൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ചോദിച്ചിട്ടാണ് ചോദിക്കുക. അപ്പോൾ ഇത് ഓർഡർ പഠിച്ചു വെക്കുക. ആദ്യം നമ്മൾ ആഹാര സ്വീകരണം, പിന്നീട് അത് ദഹനം, പിന്നെ അത് ആഗീരണം ചെയ്യപ്പെടുന്നു, പിന്നീട് സ്വാംശീകരിക്കപ്പെടുന്നു, ലാസ്റ്റ് വേസ്റ്റ് ആയിട്ടുള്ളതെല്ലാം വിസർജിക്കപ്പെടുന്നു. അപ്പോൾ ഇതാണ് പോഷണത്തിൻ്റെ ഘട്ടങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 ഘട്ടങ്ങളും കിട്ടിയോ? എഴുതിയോ ഫ്ലോ ചാർട്ട്? 5 ഘട്ടങ്ങളും ആഹാര സ്വീകരണം, ദഹനം, പിന്നെ ആഗീരണം, സ്വാംശീകരണം, ലാസ്റ്റ് നമ്മുടെ വിസർജനം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദേ ഇവിടെ കുറച്ച് ബോഡി പാർട്സുകൾ തന്നിട്ടുണ്ട്. ഓരോന്നും നോക്കിക്കേ. ഒന്നാമത്തെ എന്താ? നമ്മുടെ വായയാണ് ഈ തന്നിരിക്കുന്നത്. ഇതെന്നായിരുന്നു? ഈ കുഴൽ പോലെ നമ്മുടെ വായയും ആമാശയത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന കുഴൽ പോലെയുള്ള സാധനം എന്തുമായിരുന്നു? നമ്മുടെ അന്നനാളം. ഓക്കെ, ലാസ്റ്റ് സി പോർഷൻ എന്താ? നമുക്കറിയാം ദഹനം ഭാഗികമായിട്ട് നടക്കുന്നു, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആമാശയം. ഇനി നമ്മുടെ ദഹനം പൂർത്തിയാകുന്ന എവിടെ വെച്ചാ? ചെറുകുടൽ അല്ലേ? നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ. അതാണ് ഈ ഡി തന്നിരിക്കുന്ന ഫോട്ടോ. നീ തന്നിരിക്കുന്ന എന്താ? നമ്മുടെ ചുറ്റുപാടും ഇരിക്കുന്ന വലിയ സാധനം എന്താണ്? വൻകുടലാണ്. ഇനി ലാസ്റ്റത്തെ എഫ് പോർഷൻ എന്താണ്? നമ്മുടെ മലാശയം. നമ്മൾ പറഞ്ഞു വിസർജിക്കപ്പെടുന്ന ആ ഒരു പോർഷനാണ് നമ്മുടെ മലാശയം എന്ന് പറയുന്നത്. ഇങ്ങനെ പിക്ചർ ഒന്നും തന്നിട്ട് നമുക്ക് ചോദിക്കാറില്ല. നമുക്ക് പൊതുവേ ചോദിക്കുന്നത് ദഹനം പൂർത്തിയാക്കുന്ന എവിടെ, അല്ലെങ്കിൽ ഈ ദഹനം പൂർത്തിയായതിനു ശേഷം അവശിഷ്ടങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡെഫിനിഷൻ തന്നിട്ട് ചോദിക്കാറുള്ളൂ. അപ്പോൾ അത് ഓർത്തിരിക്കാം. അപ്പം നമ്മുടെ ശരീരത്തിലെ നമ്മുടെ പോഷണം നടക്കുന്ന എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. എങ്ങനെയൊക്കെയായിരുന്നു? ആഹാര സ്വീകരണം, ദഹനം, ആഗീരണം, സ്വാംശീകരണം, പിന്നെ ലാസ്റ്റ് വിസർജനം. നിങ്ങൾക്ക് കേൾക്കാമല്ലോ അല്ലേ? ക്ലിയർ ആണോ വോയിസ്? ഇവിടെ വന്നിട്ട് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാമല്ലോ? എന്തെങ്കിലും ഇരപ്പം എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ ഇപ്പോൾ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. ജനലെല്ലാം തുറന്നാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി ഇരപ്പെല്ലാം കേൾക്കുന്നുണ്ടോയെന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി പോഷണം മറ്റു ജീവികളിൽ. ഇവിടെ നമ്മുടെ അമീബയുടെ ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നോ എഴുതി വെക്കുക. ഏകകോശ ജീവിയാണ് എന്ത്? നമ്മുടെ അമീബ. ഏകകോശ ജീവിയാണ് അമീബ. അപ്പോൾ അമീബയുടെ പോഷണഘട്ടം എന്ന് പറയുന്നത് ഏകദേശം നമ്മളുമായിട്ട് സെയിം തന്നെയാണ്. നോക്കിക്കേ, ആഹാര പദാർത്ഥം ഇതാണ് ഈ പുറത്ത് കാണുന്നത്. ഇത് നമ്മുടെ അമീബയാണ് കേട്ടോ. ഈ ബ്ലൂ കളറിൽ ഇങ്ങനെ ഇരിക്കുന്ന മേഘം പോലെ ഇരിക്കുന്നതാണ് നമ്മുടെ അമീബ. അതിൻ്റെ അകത്തെയാണ് നമ്മുടെ ആഹാര പദാർത്ഥം. ക്ലാസ്സിൽ നിന്ന് വിളിക്കും. ഓക്കെ, ആഹാര പദാർത്ഥത്തെ പുറത്ത് കണ്ടോ ഇങ്ങനെ ആ റെഡ് കളറിൽ. അതിപ്പോൾ ഞാൻ ബ്ലൂ ആക്കി കേട്ടോ. ഓക്കെ, അത് ആഹാര സ്വീകരണം നടക്കുന്നു. അതായത് അമീബയ്ക്കകത്തേക്ക് അത് കയറുന്നു, ആഹാര സ്വീകരണം നടക്കുന്നു. പിന്നീട് എന്താണ്? ദഹനം നടക്കുന്നു. ദഹനം പൂർത്തിയായി കഴിയുമ്പോൾ ആഗീരണം, അത് കഴിഞ്ഞ് സ്വാംശീകരണം, ലാസ്റ്റ് വേസ്റ്റ് ആയിട്ടുള്ളതെല്ലാം പുറന്തള്ളപ്പെടുന്നു. ഇതാണ് നമ്മുടെ അമീബയിൽ നടക്കുന്ന പോഷണത്തിൻ്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. നമ്മളുമായിട്ട് സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആഹാര സ്വീകരണം, ദഹനം, ആഗീരണം. ഞാൻ നമ്പർ ഇട്ട് പോവാം. ആഹാര സ്വീകരണം, ദഹനം, ആഗീരണം, സ്വാംശീകരണം, ലാസ്റ്റ് നമ്മുടെ വിസർജനം അല്ലെങ്കിൽ പുറന്തള്ളൽ. ഇപ്പോൾ ഇത് അമീബയായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. അമീബയുടെ അപ്പോൾ പുറന്തള്ളൽ തന്നെ എഴുതിയാൽ മതി, വിസർജനം എന്ന് എഴുതേണ്ട, പുറന്തള്ളൽ തന്നെ എഴുതിയാൽ മതി. ഈ 5 കാര്യങ്ങൾ ജസ്റ്റ് ആ ഫ്ലോ ചാർട്ട് പോലെ തന്നെ ആരോയിട്ട് തന്നെ എഴുതിയാൽ മതി. അപ്പോൾ അമീബ ഏകകോശ ജീവിയാണ്. അതിലെ പോഷണഘട്ടങ്ങൾ എന്ന് പറയുന്നത് ആഹാര സ്വീകരണം, ദഹനം, ആഗീരണം, സ്വാംശീകരണം, ലാസ്റ്റ് പുറന്തള്ളൽ. ഓക്കെ,
ഇനി അടുത്ത നോക്കിക്കേ, നമ്മുടെ വേറെ കുറച്ച് ജീവികളുടെയൊക്കെ അതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ ഫോട്ടോസായിട്ട് വന്നിട്ടുണ്ട്. കോഴിയുടെ ദഹന വ്യവസ്ഥ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്, പൂച്ചയുടെ എങ്ങനെയാണ്, പശുവിൻ്റെ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, നമ്മുടെ ദഹന വ്യവസ്ഥയെ ഇവയ്ക്ക് എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഉണ്ട്. ആഹാരം നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്, സ്വാംശീകരണം ചെയ്യപ്പെടുന്നത്, ദഹനം നടക്കുന്നുമുണ്ട്, പുറന്തള്ളപ്പെടുന്നുമുണ്ട് അല്ലേ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ജീവികൾക്ക് അവയവങ്ങൾക്കൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വന്നെങ്കിലേ ഉള്ളൂ, വലിപ്പത്തിൻ്റെയും അങ്ങനെയൊക്കെ. അല്ലാതെ ബാക്കി നടക്കുന്ന കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇത് ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം, പുറന്തള്ളൽ. ഇപ്പം നമ്മൾ ദഹനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മുടെ ശ്വസനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മൾ വെള്ളത്തിൻ്റെ ഇടയിൽ നമുക്ക് കുറേ നേരം നമുക്ക് ഓക്സിജൻ മാസ്ക് അല്ലെങ്കിൽ ആ സിലിണ്ടർ ഇല്ലാതെ നമുക്ക് കുറേ നേരം ഒന്നും വെള്ളത്തിനിടയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ മീനുകൾക്കൊക്കെ ആണെങ്കിൽ വെള്ളത്തിൻ്റെ ഇടയിൽ പുഷ്പം പോലെ അവർ വെള്ളത്തിൻ്റെ അകത്താണ് ജീവിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് മീനുകളെ പോലെ കുറേ നേരം വെള്ളത്തിൻ്റെ ഇടയിൽ നിൽക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മനുഷ്യരുടെയും മത്സ്യങ്ങളുടെയും ശ്വസന വ്യവസ്ഥയിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം അല്ലേ. നമ്മൾ ശ്വസിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ വായുവാണ് എല്ലാവരും ശ്വസിക്കുന്നത് നമ്മൾ പറയും, പക്ഷേ അതിനുള്ളൊരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഓരോന്നും നമുക്കും അല്ലെങ്കിൽ മൃഗങ്ങൾക്കും ജീവികൾക്കും എല്ലാം വ്യത്യാസമാണ്. ശ്വസനം മനുഷ്യനിൽ നമുക്ക് നോക്കിക്കേ, നമ്മൾ കുറേ നേരം ഇങ്ങനെ നമ്മൾ ചുമ്മാ മത്സരമൊക്കെ പോലെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിനക്ക് എത്ര നേരം ശ്വാസം പിടിച്ച് നിൽക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട്. നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റിയൊക്കെ ഇടയ്ക്ക് റീൽസിൻ്റെ അകത്ത് വരും, ഇങ്ങനെ ഒരു വര പോലെ ഇങ്ങനെ ഇത്ര നേരം വരുമ്പം നോർമലാണ്, ഇത്ര നേരം വന്നാൽ നോർമൽ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇത്ര നേരം ശ്വാസം പിടിച്ച് വെക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുന്നല്ല കേട്ടോ, നമുക്ക് എത്ര നേരം കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ അറിയാം. അപ്പോൾ നോക്കിക്കേ, ഉച്ഛ്വാസവും നിശ്വാസവും, അത് ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ശ്വാസം അകത്തേക്ക് വലിക്കുന്നു, ശ്വാസം പുറത്തേക്ക് വിടുന്നു, ആ ഒരു കാര്യം നമ്മൾ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. വായു ശ്വാസകോശത്തിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം, ഇൻഹേലേഷൻ എന്ന് പറയുന്നത്. ഇനി ശ്വാസം പുറത്തേക്ക്, ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്ന പ്രവർത്തനമാണ് നമ്മുടെ നിശ്വാസം എന്ന് പറയുന്നത്. അകത്തേക്ക് എടുക്കുന്നത് ഉച്ഛ്വാസവും പുറത്തേക്ക് വിടുന്ന എന്താണ്, നിശ്വാസമാണ്. അപ്പോൾ വായു ശ്വാസകോശത്തിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം, ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്ന പ്രവർത്തനമാണ് നിശ്വാസം. നമുക്കറിയാവുന്ന കാര്യമാണ്, എന്നാലും അത് ഓർത്തിരിക്കുക കേട്ടോ. ഉച്ഛ്വാസം ഇൻഹെയിൽ എന്ന് പറഞ്ഞാൽ അകത്തേക്ക്, എക്സെയിൽ അതായത് പുറത്തേക്കാണെന്ന് പറയുന്നതാണ് നമ്മുടെ നിശ്വാസം. ഇനി ഇത് ഞങ്ങൾ TTC പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അവസാനം വരുമല്ലോ നമുക്ക് പുറത്തുനിന്നുള്ള കമ്മീഷൻ വരുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ള സാധനം ഇതായിരുന്നു. നമ്മുടെ ശ്വാസകോശത്തിൻ്റെ മോഡൽ നമ്മൾ ഈ ട്യൂബും ബലൂൺസും എല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഈ റബ്ബർ ബാൻഡും വലിയ ബലൂണും ചരടൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ചരട് വലിക്കുമ്പം ഈ വലിയ ബലൂൺ ഇങ്ങനെ പൊങ്ങും, മറ്റേത് ചുരുങ്ങും, പിന്നെ ചരട് വിട്ട് കഴിയുമ്പം അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മുടെ ശ്വാസകോശത്തിൻ്റെ നേരെ മോഡൽ അവിടെ തന്നിരിക്കുന്നത്, എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിർമ്മാണ രീതിയും പ്രവർത്തന രീതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് നോക്കണ്ട, നമുക്കിത് നോക്കിയാൽ മതി. ഓക്കെ, മാതൃക. മനുഷ്യ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനത്തിന് നിങ്ങളുണ്ടാക്കിയ മാതൃകയായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒന്നാമത്തേതാണ് നമ്മുടെ നാസദ്വാരം, നമ്മുടെ മൂക്ക്, നമ്മൾ ഇതിലാണ് ശ്വാസം വലിക്കുന്നത്, നമ്മുടെ നാസദ്വാരം. പിന്നെയുള്ള രണ്ടാമത്തേതാണ് ശ്വാസനാളം. ശ്വാസനാളം നമുക്ക് ഏകദേശം നമ്മുടെ അന്നനാളവുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ പോകുന്നതാണ് നമ്മുടെ ശ്വാസനാളവും. പിന്നെയുള്ളതാണ് ഈ ശ്വസനി, ഇതുണ്ട് ഇവിടെ ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ കിടക്കുന്നതാണ് ശ്വസനി. പിന്നെയുള്ളത് ശ്വസനിക, കഴിഞ്ഞ് വായു അറകളുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ഡയഫ്രം ഉണ്ട്. നമ്മുടെ അതിപ്പോൾ പറയാം ഡയഫ്രത്തിൻ്റെ ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ ഡയഫ്രം എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ ശ്വാസം അകത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ശ്വാസനാളം വഴി ശ്വസനിക വഴി വായു അറകളിലേക്ക് എത്തിച്ചേരുവാണ്. അങ്ങനെയാണ് നമ്മൾ ശ്വാസം വലിക്കുന്നതും അതുപോലെ തന്നെ പുറത്തേക്ക് വിടുന്നു. വായു അറകളിൽ നിന്ന് അകത്തേക്ക് വലിക്കുന്നു, അതുപോലെ തന്നെ പുറത്തേക്ക് വിടുന്നു. അപ്പം നോക്കിക്കേ, മനുഷ്യൻ്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്തെ അറയാണ് ഏത്, ഔരസാശയം അല്ലെങ്കിൽ തൊറാസിക് ക്യാവിറ്റി എന്ന് പറയും. നമ്മുടെ ശ്വാസകോശം സ്ഥിതി ചെയ്യുന്ന ആ നെഞ്ചിനകത്തെ അറയാണ് ഔരസാശയം എന്ന് പറയുന്നത്. അതിന് താഴെയുള്ള ഭാഗമാണ് ഉദരാശയം എന്ന് പറയുന്നത്, അബ്ഡോമിനൽ ക്യാവിറ്റി. ഇവ വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം എന്ന് പറയുന്നത്. അതായത് ഞാനൊന്ന് സൂം ഔട്ട് ചെയ്യുവാണേ.
നോക്കിക്കേ, നമ്മുടെ ഈ മേളിലത്തെ പോർഷൻ, ഞാൻ വേറൊരു കളർ എടുക്കാം. നമ്മുടെ ഈ ഒരു മേളിലത്തെ പോർഷൻ ഇവിടെ തന്നിരിക്കുന്നത് മനുഷ്യൻ്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പോർഷനാണ് നമ്മുടെ എന്ത് ഔരസാശയം എന്ന് പറയുന്നത്. ആ ഒരു അറയാണ് ഔരസാശയം എന്ന് പറയുന്നത്, നമ്മുടെ തൊറാസിക് ക്യാവിറ്റി. ഇനി ഈ താഴത്തെ ഈ ഒരു ഭാഗം നമ്മുടെ വയറും നമ്മുടെ ആമാശയവും ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് എന്ത് അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഉദരാശയം എന്ന് പറയുന്നത് അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കായിട്ട് വരുന്ന ഒരു പേശി നിർമ്മിതമായിട്ടുള്ള സംഭവമാണ് ഏത് നമ്മുടെ ഡയഫ്രോ എന്ന് പറയുന്നത്. അതായത് മുകളിലും താഴെയുള്ള രണ്ട് ക്യാവിറ്റീസ് ഉണ്ട്. ഒന്ന് നമ്മുടെ ഔരസാശയവും രണ്ടാമത്തെ നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയും. അതിനെ തമ്മിൽ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും മിഡിൽ പോർഷനായിട്ട് വരുന്നതാണ് ഏത് നമ്മുടെ ഡയഫ്രോ എന്ന് പറയുന്നത്. ഡയഫ്രത്തിന് നമ്മുടെ ശ്വാസോച്ഛ്വാസമായിട്ട് വളരെ ബന്ധമുണ്ട് കേട്ടോ, അത് പറയാം. ഇത് അല്പം മേലോട്ട് വളഞ്ഞാണ് ഇരിക്കുന്നത്. ഇതിന് കമാനാകൃതിയാണ്, അതായത് ഈ ഏകദേശം ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതാണ്. അതായത് ശ്വാസം എടുക്കുമ്പം അത് ചുരുങ്ങും, അതുപോലെ തന്നെ താഴേക്ക് വലിയും, പിന്നെ പൊങ്ങും. ആ ഒരു രീതിയിലാണ് ഇത് പോകുന്നത്. നിങ്ങൾ നിർമ്മിച്ച ശ്വാസകോശ മാതൃകയിൽ കുപ്പിയുടെ അടിഭാഗത്ത് വലിച്ചു കെട്ടിയ ബലൂണിനെ ഡയഫ്രമായും ചെറിയ ബലൂണുകളെ രണ്ട് ശ്വാസകോശങ്ങളായി സങ്കല്പിക്കാം. മനുഷ്യ ശ്വാസകോശങ്ങളുടെ സങ്കോച വികാസങ്ങൾ നിങ്ങളുണ്ടാക്കിയ മാതൃകയുടെ പ്രവർത്തനം ഏകദേശം ഒരുപോലെയാണ്. നമ്മൾ മുമ്പേ കണ്ടായിരുന്ന ആ ചരട് താഴെ ഒരു വലിയ ബലൂൺ കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ആ ട്യൂബിൻ്റെ അകത്ത് രണ്ട് കുഞ്ഞു ബലൂണും വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഡയഫ്രം ഇങ്ങനെ താഴോട്ട് ആ ചരടെ പിടിച്ച് വലിക്കുമ്പോൾ ഇത് ഇങ്ങനെ വീർത്ത് വരും. ചരട് നമ്മൾ താഴോട്ട് താത്തുമ്പം ഇത് ചുരുങ്ങുകയും ചെയ്യും. അങ്ങനെയാണ് പോകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡയഫ്രം വികസിക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശ ലങ്സുകളും വികസിക്കും. ഡയഫ്രം ചുരുങ്ങുമ്പോൾ നമ്മുടെ ശ്വാസം പുറത്തേക്ക് വരും. അപ്പോൾ ഉച്ഛ്വാസവും നിശ്വാസവും നടക്കുമ്പോൾ ഡയഫ്രത്തിനുണ്ടാകുന്ന മാറ്റങ്ങളാണ് തന്നിരിക്കുന്നത്. നോക്കിക്കേ, ഉച്ഛ്വാസ സമയത്താണോ നിശ്വാസ സമയത്താണോ ഔരസാശയത്തിൻ്റെ വ്യാപ്തി കൂടുന്നത് കുറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ നമ്മൾ ശ്വാസം അകത്തേക്ക് വലിക്കുന്നു കണ്ടോ. ശ്വാസം അകത്തേക്ക് വലിക്കുമ്പോൾ നമ്മുടെ ഈ തന്നിരിക്കുന്നതാണ് നമ്മുടെ ഡയഫ്രം എന്ന് പറയുന്നത്. ഡയഫ്രത്തിന് എന്ത് സംഭവിക്കും? ഡയഫ്രം നോർമലാണ്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴത്തേനും ഡയഫ്രം വളഞ്ഞു വരുന്നു. അതാണ് നമ്മളിനി നോക്കുന്നത്. ഉച്ഛ്വാസ സമയത്ത് ഡയഫ്രം ചുരുങ്ങുകയും വളവൽപ്പം നിവരുകയും ചെയ്യുന്നു. അതിനാൽ ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. തൽഫലമായി അന്തരീക്ഷ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. ശ്വാസകോശം വികസിക്കുകയും ചെയ്യുന്നു. അതായത് ശ്വാസം അകത്തേക്ക് എടുക്കുമ്പം എന്താണ് ഡയഫ്രം ചുരുങ്ങി പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ വളവൽപ്പം നിവരുന്നുണ്ട്. പക്ഷേ ചുരുങ്ങി പോവാണ്. ചുരുങ്ങി പോകുമ്പോഴത്തേന് ഔരസാശയത്തിൻ്റെ വ്യാപ്തി, നമ്മൾ പറഞ്ഞ ഈ ഒരു പോർഷനാണ് ഔരസാശയം. ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. തൽഫലമായി അന്തരീക്ഷ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. ശ്വാസകോശം വികസിക്കുന്നു. ഇനി നിശ്വാസ സമയത്താണെങ്കിൽ ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു. ശ്വാസകോശവും പൂർവ്വസ്ഥിതിയിലാകുന്നു. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നു. നമ്മൾ അകത്തേക്ക് വലിക്കുമ്പോഴാണ് കൂടുതലായിട്ടും അവിടെ ആ വളവും തിരിവും അല്ലെങ്കിൽ ചുരുങ്ങി പോവുകയൊക്കെ ചെയ്യുന്നത്. പുറത്തേക്ക് വിടുമ്പോൾ അത് പൂർവ്വസ്ഥിതിയിലായിട്ട് മാറുന്നു. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കി, ഈ രണ്ട് തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ ഒന്നെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് എഴുതിയെടുക്കുക കേട്ടോ. അത് രണ്ടും ഓർത്തിരുന്നാൽ മതി. അതായത് ഉച്ഛ്വാസ സമയത്ത് ഡയഫ്രം ചുരുങ്ങുകയും വളവൽപ്പം നിവരുകയും ചെയ്യുന്നു. അതിനാൽ ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. തൽഫലമായി അന്തരീക്ഷ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. ശ്വാസകോശം വികസിക്കുന്നു. ഇനി നിശ്വാസ സമയത്ത്, അതായത് പുറത്തേക്ക് വിടുന്ന സമയത്താണെങ്കിൽ ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു. ശ്വാസകോശവും പൂർവ്വസ്ഥിതിയിലാകുന്നു. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുക്കുമ്പോഴും ശ്വാസം എടുക്കുമ്പോഴും ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴും ഡയഫ്രത്തിനുണ്ടാകുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത്. ശ്വാസം എടുക്കുമ്പം ഡയഫ്രം ഒന്ന് വളയുന്നു, ചുരുങ്ങുന്നു. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ഡയഫ്രം നേരെയാവുന്നു. അത്ര ഓർത്താൽ മതി കേട്ടോ. ഇനി അടുത്തതാണ് നമ്മുടെ ശ്വസനപഥം. നാസാദ്വാരത്തിലൂടെ അകത്ത് കിടക്കുന്ന വായു ശ്വാസകോശങ്ങളിലെ വായു അറയിലെത്തുന്നു. വായുവിൻ്റെ ഈ സഞ്ചാരപാതയാണ് നമ്മുടെ ശ്വസനപഥം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു നമ്മുടെ ആ ഒരു മനുഷ്യൻ്റെ പടം നമ്മൾ കണ്ടില്ലായിരുന്നോ? നാസാദ്വാരത്തിലൂടെ ശ്വാസനാളം, ശ്വസനി എന്നൊക്കെ പറഞ്ഞു വന്നില്ലേ? അത് ലാസ്റ്റ് ചെല്ലുന്ന എവിടെയാണ്? നമ്മുടെ വായു അറകളിലേക്കാണ്. അപ്പോൾ ആ ഒരു സഞ്ചാരപാതയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? ശ്വസനപഥം എന്ന് പറയുന്നത്. അതായത് നാസാദ്വാരത്തിലൂടെ അകത്ത് കിടക്കുന്ന വായു ശ്വാസകോശങ്ങളിലെ
വായു അറയിലെത്തുന്നു. വായുവിൻ്റെ ഈ സഞ്ചാരപാതയാണ് നമ്മൾ ശ്വസനപഥം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, ഇതാണ് നമ്മുടെ ശ്വസനപഥത്തിൻ്റെ ഫ്ലോ ചാർട്ട്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. വായുവറ, ശ്വാസനാളം, നാസാദ്വാരം, ശ്വസനി, ശ്വസനിക എന്ന്. അപ്പോൾ ഒന്നാമത്തേതാണ് ഈ ഫ്ലോ ചാർട്ട്, അങ്ങനെ തന്നെ എഴുതിക്കോട്ടോ. ഒന്നാമത്തേതാണ് എന്ത്? നാസാദ്വാരം. നാസാദ്വാരത്തിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ ശ്വാസനാളത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. ശ്വാസനാളം. നാസാദ്വാരത്തിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? ശ്വാസനാളത്തിലേക്ക് പോകുന്നു. ശ്വാസനാളത്തിൽ നിന്ന് ശ്വസനി, ശ്വസനിയിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ശ്വസനിക, അതായത് ബ്രോഞ്ചിയോൾ എന്ന് പറയും. നമ്മുടെ ബ്രോഞ്ചസും ഉണ്ട് ബ്രോഞ്ചിയോളും ഉണ്ട്. അപ്പോൾ ആദ്യം ശ്വസനിയാണ്, അത് കഴിഞ്ഞിട്ടാണ് ശ്വസനിക വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ വായു അറകളിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് നമ്മൾ മുമ്പേ പഠിച്ച പോഷണത്തിൻ്റെ ഘട്ടങ്ങളുടെ ഫ്ലോ ചാർട്ട് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ശ്വസന പദത്തിൻ്റെ ഫ്ലോ ചാർട്ട്. അത് നാസാദ്വാരം, അതായത് നമ്മുടെ മൂക്ക്, അതിലൂടെ നമ്മുടെ വായു അകത്തേക്ക് കിടക്കുന്നു. ശ്വാസനാളം, പിന്നീട് ശ്വസനി, പിന്നീട് ശ്വസനിക, അത് കഴിഞ്ഞ് ലാസ്റ്റ് വായു അറ. 2, 3, 4, 5 ഇത് എഴുതിയെടുത്തോ. നമ്മുടെ ശ്വസന പദത്തിൻ്റെ വായുസഞ്ചാരം സാധ്യമാകുന്ന എങ്ങനെയാണെന്നുള്ള ഘട്ടങ്ങൾ. ആദ്യം നാസാദ്വാരം, പിന്നീട് ശ്വാസനാളം, പിന്നീട് ശ്വസനി, അത് കഴിഞ്ഞ് ശ്വസനിക, ലാസ്റ്റ് വായു അറ. കിട്ടിയ 5 ഘട്ടങ്ങൾ നമ്മുടെ വായു സഞ്ചാരപാതയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നാസാദ്വാരം, ശ്വാസനാളം, ശ്വസനി, ശ്വസനിക, വായു അറ. ഇതിലൂടെയാണ് നമ്മുടെ ശ്വസനപഥം, അതായത് നമ്മുടെ വായു സഞ്ചാരം സാധ്യമാകുന്നത്. ഈ 5 ഘട്ടങ്ങളിലൂടെയാണ്. അതിൻ്റെ പടമാണ് ആ തന്നിരിക്കുന്നത്. ഈ ഒരു ചേട്ടൻ്റെ ഫോട്ടോ അവിടെ തന്നില്ലേ, കണ്ടോ? നാസാദ്വാരം ഉണ്ട്, ശ്വാസനാളം ഉണ്ട്, ശ്വസനിയുണ്ട്, ശ്വസനികയുണ്ട്, വായു അറയുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സഞ്ചാരപാത, വായുവിൻ്റെ സഞ്ചാരപാത പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ തന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഉച്ഛ്വാസം നിശ്വാസം നിങ്ങളിപ്പോൾ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തോ. ഞാൻ വേണത് ഗ്രൂപ്പിലേക്ക് കൂടി ഇട്ട് തന്നേക്കാം. ഈ ഇത്രയും പോർഷൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തത് പഠിക്കണം. കാരണം അത് എഴുതിയെടുക്കാനുള്ള ഇപ്പോൾ സമയം ഈ ക്ലാസ്സിൻ്റെ ഇടയ്ക്കില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇത് ഉച്ഛ്വാസം. എനിക്ക് ഉച്ഛ്വാസത്തിൻ്റെ സമയത്ത് എന്ത് സംഭവിക്കുന്നു? നമ്മൾ വായു അകത്തേക്ക് വലിക്കുമ്പം ഡയഫ്രം ചുരുങ്ങി വളവൽപ്പം നിവരുന്നു, വാരിയിലൻ കൂടെ ഉയരുന്നു. നിങ്ങളെയാണെങ്കിൽ ഇപ്പോൾ ഇരുന്നൊന്ന് ജസ്റ്റ് ഒന്ന് ശ്വാസം ഒന്ന് വലിച്ചു നോക്കിയത്, ശ്വാസം ഉടനെ വിട്ടണം കേട്ടോ. ശ്വാസം ഒന്ന് വലിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ഡയഫ്രം വളയുന്നുണ്ട്, വാരിയിലും കൂടെ ഉയരുന്നുണ്ട്. പിന്നെ ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, ശ്വാസകോശം വികസിക്കുന്നു. നമ്മുടെ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പം ഡയഫ്രം വളയുന്നുണ്ട്, ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ശ്വാസകോശം വികസിച്ചു വരുന്നു. ഇനി അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇത്രയും സംഭവിക്കുമ്പോഴത്തേനും വായു നമ്മുടെ ശ്വാസകോശത്തിൻ്റെ അകത്തേക്ക് വന്നു. ഇനി എന്താണ്? അകത്തേക്ക് എടുത്ത വായു പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ? അല്ലാതെ നമ്മൾ പിടിച്ചു വെക്കുമല്ലോ, പുറത്തേക്ക് പോകുന്നുണ്ട്. ആ പുറത്തേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഡയഫ്രം വീണ്ടും പൂർവ്വസ്ഥിതിയിലാകുന്നു, നമ്മുടെ വാരിയെല്ലും കൂടെ താഴുന്നു, ഔരസാശയത്തിൻ്റെ വ്യാപ്തി കുറയുന്നു, ശ്വാസകോശം ചുരുങ്ങുന്നു, ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നു. അതാ ഈ 3 കാര്യങ്ങൾ എവിടെ വരുന്നതാണ്? നമ്മുടെ നിശ്വാസത്തിൻ്റെ അകത്ത് വരുന്നതാണ്. പുറത്തേക്ക് പോകുന്നതിൻ്റെ അകത്ത് എക്സൈലിൻ്റെ അകത്ത് വരുന്നതാണ് നമ്മുടെ ഈ 3 കാര്യങ്ങൾ. അപ്പം 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഉച്ഛ്വാസത്തിൻ്റെതാണെങ്കിൽ എല്ലാം എന്താണ്? വികസിക്കുന്നു, വ്യാപ്തി കൂടുന്നു, അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. ഡയഫ്രം ഇച്ചിരി ചുരുങ്ങുന്നുണ്ട്, വളവൽപ്പം കൂടുന്നുണ്ട്, ഔരസാശയത്തിൻ്റെ വ്യാപ്തി കൂടുന്നുണ്ട്. നമ്മുടെ ശ്വാസകോശമാണെങ്കിൽ വികസിക്കുന്നു, അപ്പോഴത്തേനും വായു അകത്തേക്ക് കയറുന്നു. പിന്നെ നമ്മുടെ ഈ വാരിയിലും കൂടെ ഒന്ന് മുകളിലേക്ക് ഉയരുന്നുണ്ട്. പക്ഷെ നമ്മൾ നോർമലായിട്ടിരിക്കുമ്പോൾ അങ്ങനെ വാരിയിലും കൂടെ ഉയരുന്നതായിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവത്തില്ല. നമ്മൾ ഈ ആശുപത്രിയിലൊക്കെ കിടക്കുമ്പോൾ നമ്മൾ ഈ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഓക്സിജൻ സിലിണ്ടറുമായിട്ട് കണക്ട് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ അവർ ശ്വാസം എടുക്കുമ്പം ഈ നമ്മുടെ വാരിയിലും കൂടെ മുകളിലേക്ക് പൊങ്ങുന്ന താഴെയൊക്കെ ചെയ്യുന്ന കാണാമല്ലേ? അപ്പോൾ നോർമലായിട്ടിരിക്കുമ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് അറിയത്തില്ലല്ലോ. അപ്പം ഉച്ഛ്വാസത്തിൻ്റെ സമയത്തുള്ള ഓർക്കുക, ഡയഫ്രം ചുരുങ്ങുന്നുണ്ട്, ഔരസാശയത്തിൻ്റെ വ്യാപ്തി കൂടുന്നുണ്ട്, വാരിയിലും കൂടെ മുകളിലേക്കൊന്ന് ഉയരുന്നുണ്ട്, ശ്വാസകോശവും വികസിക്കുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ വായു ഉള്ളിലേക്ക് കയറും.
ഇനി നിശ്വസിക്കുമ്പോഴാണെങ്കിലോ ഡയഫ്രം എല്ലാം പൂർവ്വസ്ഥിതിയിലാവുന്നു, വാരിയിലും കൂടി താഴുന്നു, ഔരസാശയത്തിൻ്റെ വ്യാപ്തി കുറയുന്നു, ശ്വാസകോശം ചുരുങ്ങിപ്പോകുന്നു, എന്നിട്ട് തന്നെ വായു പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഈ ഉച്ഛ്വാസവും നിശ്വാസത്തിൻ്റെ സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിക്കണം കേട്ടോ. നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തായിരുന്നോ? ഇനി ഒന്നുകൂടെ കാണിക്കാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇനി നോക്കിക്കേ, നമ്മൾ പറഞ്ഞു നമ്മൾ അന്തരീക്ഷ വായു നമ്മുടെ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്നുണ്ട്, അതുപോലെ തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട്. നമുക്കറിയാം ഓക്സിജനാണ് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നത്, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തേക്ക് വിടുന്നു. അതിൻ്റെ അളവും, അതായത് ഉച്ഛ്വാസവായുവിലുള്ള അളവും അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ തമ്മിലുള്ള അളവുകളും തന്നിട്ടുണ്ട്. ഇതങ്ങനെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് നോക്കുക. ഓക്സിജൻ ആണെങ്കിൽ നമ്മൾ അകത്തേക്ക് സ്വീകരിക്കുമ്പോൾ 21%, പുറത്തേക്ക് കുറച്ച് പോകുന്നത് അത് എത്രയാണ്? 15%. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ 0.04 ആണ് അകത്തേക്ക്, പുറത്തേക്ക് പോകുമ്പോൾ അത് 4%. നൈട്രജൻ ആണെങ്കിൽ അത് അകത്തേക്ക് ഒഴുകുന്നു 78ആണ്, പുറത്തേക്ക് പോകുന്നതും 78 തന്നെയാണ്. ജലബാഷ്പമാണെങ്കിൽ 0.96, പുറത്തേക്ക് വരുമ്പോൾ അത് 3 ആണ്. അപ്പോൾ ചിലതിൻ്റെ അളവ് ചേഞ്ച് ആവുന്നുണ്ട്, ചിലതിൻ്റെ അളവ് കോൺസ്റ്റൻ്റ് ആണ്. അതിൽ നൈട്രജൻ്റെ മാത്രം കോൺസ്റ്റൻ്റ് ആണ്, ബാക്കിയുള്ളതിൻ്റെ എല്ലാ അളവുകൾ ചേഞ്ച് ആവുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ ടെക്സ്റ്റ് വായിക്കുമ്പോൾ ടേബിളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, എപ്പോഴും ഉണ്ടാകുന്നതാണ്, നമ്മൾക്ക് പിള്ളേർക്കാണേലും വലിയവർക്കാണേലും ഫുഡ് കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങും അല്ലേ, അന്നനാളത്തിൽ കുടുങ്ങാറുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സത്യം പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കണ്ടത്. നമ്മൾ പറഞ്ഞില്ലേ അന്നനാളം, ഇത് വായ്, ഇപ്പം ഞാൻ ചുമ്മാ ഒരു ഇത് വരയ്ക്കുവാണ്, ഇത് വായാന്ന് ഓർത്തോട്ടോ, ഇത് ആളുടെ ബോഡി ഇതാണേ. ഈ വായിൽ ഈ തൊണ്ടയില്ലേ, നമ്മുടെ അന്നനാളവും നമ്മൾ പറഞ്ഞ് ശ്വാസനാളവും ഉണ്ട്. അതിൻ്റെ വീഡിയോ കിട്ടുവാണെങ്കിൽ ഞാൻ അയച്ചു തരാം. ഇവിടെ ഒരു സാധനം കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടതാണ്, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഈ തൊണ്ട കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സാധനമുണ്ട്, അതിങ്ങനെ ഇങ്ങോട്ടും അനങ്ങും ഇങ്ങോട്ടും അനങ്ങും, അതിങ്ങനെ അനങ്ങിക്കൊണ്ടായിരിക്കുന്നത്. അതായത് നമ്മൾ ഫുഡ് കഴിക്കുമ്പം ഇങ്ങോട്ട് അന്നനാളത്തിലൂടെ ആമാശയത്തിലൂടെ ഇങ്ങോട്ടാണ് പോകേണ്ടത്, ഇങ്ങോട്ട് പോയാൽ അത് ശ്വാസകോശത്തിലേക്കാണ് പോകുന്നത്, ഈ ഒരു വഴി. അപ്പോൾ ഇത് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ഗ്യാപ്പേ ഉള്ളൂ, ഈ തന്നിരിക്കുന്ന ആ ഒരു ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. ആ ഒരു ഗ്യാപ്പ് ഇങ്ങനെ എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കും. അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടതാണ്, കഴിഞ്ഞ ദിവസം കണ്ടേ, ഇന്നലെയും ഞാൻ കണ്ടതാണ്. ഇവിടെ ഇങ്ങനെ ഇടയ്ക്കൊരു സാധനമുണ്ട്, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പം ഫുഡ് കഴിക്കാനിടയ്ക്ക് ചിരിക്കുവോ വിൽക്കുവോ എന്തോ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഈ സത്യം പറഞ്ഞാൽ നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ചിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഈ സാധനം ഇങ്ങനെ അനങ്ങിക്കൊണ്ടായിരിക്കുന്നത്. അപ്പോഴാണ് ഈ ഗ്യാപ്പിൽ കൂടെ ശ്വാസനാളത്തിലേക്ക് നമ്മുടെ ഫുഡ് കയറി പോകുന്നത്. ഞാൻ ഈയിടെ ആ വീഡിയോ കണ്ടത് കേട്ടോ, ഇനി കാണുവാണെങ്കിൽ ഞാനത് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാവേ. അപ്പം ഫുഡ് എന്തെങ്കിലും കുടുങ്ങുവാണെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഭക്ഷണം കുടുങ്ങിയാൽ ആ വ്യക്തിയോട് ശക്തിയായി ചുമയ്ക്കാൻ ആവശ്യപ്പെടണം. ചുമയുടെ ശക്തിയിൽ ചിലപ്പം ആഹാരവസ്തു പുറന്തള്ളപ്പെടാം. അല്ലെങ്കിൽ ശ്വാസതടസ്സം നേരിട്ട വ്യക്തിയെ ചിത്രത്തിൽ കാണുന്ന പോലെ അല്പം കുനിച്ചു നിർത്തി പിറകിലായി നിന്ന് 2 കൈകൾ കൊണ്ടും അപകടത്തിൽപ്പെട്ടയാളുടെ വയറിൽ ശക്തിയായിട്ട് അമർത്തുക. അങ്ങനെ നമ്മളിങ്ങനെ പുറകിൽ നിന്ന് പിടിച്ചിട്ട് ഇങ്ങനെ അമർത്തിയാൽ മതി എന്ന് പറയുക. എന്നിട്ട് നമ്മൾ ചുമയ്ക്കുമ്പോഴത്തേനും ആ ഫുഡ് തൊണ്ടയിൽ കുടുങ്ങിയത് പുറത്തേക്ക് വരും. പിള്ളേരെ ആണെങ്കിൽ നമ്മളിങ്ങനെ കമഴ്ത്തി പിടിച്ചിട്ട് തൊള്ളലുകൾക്കിടയിലായിട്ട് ശക്തിയായിട്ട് തട്ടണം. ഇനി വന്നില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫുഡ് തൊണ്ടയിൽ കുടുങ്ങിയാൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി പുകവലി ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കറിയാം. നമ്മൾ സിഗരറ്റ് വലിച്ചാൽ നമ്മൾ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. മറ്റേ സിനിമയുടെ ഒക്കെ തുടക്കത്തിൽ നമ്മൾ ആ പിഴിഞ്ഞ് ഇത്രത്തോളം കാണുമെന്നൊക്കെ പറഞ്ഞ് കാണിക്കാറുണ്ട് അല്ലേ. പുകവലി ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കും. പുകയിലടങ്ങിയ കരിയും ടാറും മറ്റ് വിഷ പദാർത്ഥങ്ങളും ശ്വാസകോശത്തിൽ തങ്ങി നിൽക്കും. അത് നിലയ്ക്കാത്ത ചുമയ്ക്ക് കാരണമാകും. പുകയിലയിൽ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. നമുക്കതറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ മുമ്പേ അമീബയുടെ കാര്യം പറഞ്ഞായിരുന്നു അല്ലേ, പോഷണഘട്ടം നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഒന്നാണ് നമ്മുടെ പാരമീസിയം. അതായത് നഗ്ന നേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ജലജീവിയാണ് പാരമീസിയം. ഇതും ഏകകോശ ജീവിയാണ്. നമ്മുടെ അമീബ പോലെ തന്നെ ഏകകോശ ജീവിയായിട്ടുള്ള ഒന്നാണ് നമ്മുടെ പാരമീസിയം. പാരമീസിയത്തിൽ വാതക വിനിമയം നടക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിക്കേ. കോശസ്തരമുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിജനും ഉണ്ട്. കോശസ്തരത്തിലൂടെയാണ് ഇവിടെ വാതക വിനിമയം നടക്കുന്നത്. അത് ഓർത്തിരിക്കുക. നമ്മുടെ പാരമീസിയത്തിൽ വാതക വിനിമയം നടക്കുന്നത് എന്തിലൂടെയാണ്? കോശസ്തരത്തിലൂടെയാണ് വാതക വിനിമയം നടക്കുക. അതായത് ഓക്സിജൻ അകത്തേക്ക് കയറി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്ന ആ ഒരു വാതക വിനിമയം നടക്കുന്നത് കോശസ്തരത്തിലൂടെയാണ് നമ്മുടെ പാരമീസിയത്തിൽ നടക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു പോർഷനും കൂടെ ഉണ്ട്. ഇതൂടെ പറഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ തീരും. അതുകൊണ്ട് ഞാൻ പിന്നെ പാഠം 10 മണി കഴിഞ്ഞിട്ട് നിർത്താത്ത കേട്ടോ.
ഓക്കെ, അടുത്താണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ ജീവികളിലെയും ശ്വസനത്തിന് സഹായിക്കുന്ന ഭാഗം. മണ്ണിരയുടെ ആണെങ്കിൽ എന്താണ്? ഈർപ്പമുള്ള ത്വക്ക്. അതൊന്നെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ എഴുതി പൊക്കോളുക. ഓക്കെ, നമ്മുടെ എർത്ത് മണ്ണിരയുടെ ആണെങ്കിൽ എന്താണ്? ഈർപ്പമുള്ള ത്വക്കാണ്. മത്സ്യത്തിൻ്റേതാണെങ്കിൽ ശകുലങ്ങൾ അല്ലെങ്കിൽ ചെകിളപ്പൂക്കൾ. ചിലപ്പോൾ ഓപ്ഷനിൽ ചെകിളപ്പൂക്കൾ എന്നായിരിക്കും, അല്ലെങ്കിൽ ശകുലങ്ങളിൽ നിന്നും കാണും കേട്ടോ. അത് നമ്മുടെ മീനുമായിട്ട് ബന്ധപ്പെട്ടാണ്. തവളയുടെ ആണെങ്കിൽ 2 എണ്ണം ഉണ്ട്. കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശം, വെള്ളത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഈർപ്പമുള്ള ത്വക്ക്. ചിലന്തി ആണെങ്കിൽ അതിന് പറയുന്നതാണ് ബുക്ക് ലെങ്സ് എന്ന് പറയും കേട്ടോ. ചിലന്തിയുടെ ശ്വസനാവയവം എന്ന് പറയുന്നത് നമ്മുടെ ബുക്ക് ലെങ്സ് ആണ്. നിങ്ങൾ ഇതിനെ സ്ക്രീൻഷോട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ എഴുതിയാൽ മതി. മണ്ണിരയാണെങ്കിൽ ഈർപ്പമുള്ള ത്വക്ക്, മത്സ്യമാണെങ്കിൽ ശകുലങ്ങൾ, ചെകിളപ്പൂക്കൾ, തവളയാണെങ്കിൽ കരയിലാണെങ്കിൽ ശ്വാസകോശം, ഇനി വെള്ളത്തിലാണെങ്കിൽ എന്താണ്? ഈർപ്പമുള്ള ത്വക്കാണ്. ഇനി ചിലന്തി ആണെങ്കിലോ അതിന് പറയുന്ന പേരാണ് ബുക്ക് ലെങ്സ്. ഈ 4 എണ്ണത്തിൻ്റെയും കിട്ടിയോ? നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ? ഞാൻ മാറ്റിക്കോട്ടെ, കിട്ടിയോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്താണ് റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനം? നമുക്കറിയാം എന്താണ്, നമ്മൾ ശ്വാസം അകത്തേക്ക് വലിക്കുന്നു, അതുപോലെ തന്നെ പുറത്തേക്ക് വിടുന്നു അല്ലേ. ജീവികൾ അവയുടെ പരിസരത്ത് നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുക? റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനം എന്ന് പറയുന്നത്. നമ്മൾ ഓക്സിജൻ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു അല്ലേ. അതാണ് നമ്മുടെ ശ്വസനം എന്ന് പറയുന്നത്, റെസ്പിറേഷൻ എന്ന് പറയുന്നത്. സസ്യങ്ങളും മറ്റു ജീവികളെ പോലെ ശ്വസിക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും നേരം നമ്മുടെ ജീവികൾ അല്ലെങ്കിൽ മനുഷ്യരുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കറിയാം സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഫോട്ടോസിന്തസിസ് ഒക്കെ പഠിച്ചായിരുന്നു. ആ കൂടെ തന്നെ പഠിച്ച കാര്യങ്ങളാണ്. ഓക്സിജൻ അകത്തേക്ക് വരുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഓക്സിജനാണ് സസ്യങ്ങളെ പുറന്തള്ളുകയും ചെയ്യുന്നത്. കാരണം ആ ഓക്സിജനാണല്ലോ നമ്മൾ ശ്വസിക്കുന്നത്. അപ്പം നോക്കിക്കേ, ജന്തുക്കളെ പോലെ സസ്യങ്ങളും അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു. ഇലകളിലും ഇളം കാണ്ഡങ്ങളിലും കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ വഴിയാണ് ഈ വാതക വിനിമയം നടക്കുന്നത്. നമ്മളെന്നാൽ ഫോട്ടോസിന്തസിസ് പഠിച്ചപ്പം പറഞ്ഞതാണ്, എന്താ സൺലൈറ്റിൻ്റെയും ഹരിതകത്തിൻ്റെയും ഒക്കെ സഹായത്തോടെ ഓക്സിജനും വാട്ടറും എല്ലാം നമ്മുടെ ഇലകളിലാണ് നമ്മുടെ കിച്ചൺ എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഈ വാതക വിനിമയം നടക്കുന്ന ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ വഴിയാണെന്ന് ഒന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, സസ്യങ്ങൾ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ്? ശ്വസിക്കുമ്പോൾ സ്വീകരിക്കുന്ന ഏതാണ്? ഓക്സിജനാണ് സസ്യങ്ങൾ ശ്വസിക്കുന്നത്. അതായത് നമ്മൾ പറയും സസ്യങ്ങൾ പുറത്തേക്ക് നമുക്ക് ശ്വസിക്കാൻ വേണ്ടി ഓക്സിജൻ പുറത്തേക്ക് വിടുമ്പോൾ അവർ കാർബൺ ഡൈ ഓക്സൈഡാണ് ശ്വസിക്കുന്നത്. അങ്ങനെയില്ല, നമ്മൾ മനുഷ്യരും മൃഗങ്ങളും ശ്വസിക്കുന്ന പോലെ തന്നെയാണ് സസ്യങ്ങളും ശ്വസിക്കുന്നത്. എന്താണ്? ഓക്സിജനാണ് ശ്വസിക്കുന്നത്. അവിടെ ഒരു കൺഫ്യൂഷൻ വരരുത്. ഓക്സിജനാണ് സസ്യങ്ങളെ ശ്വസിക്കുന്നത്. സസ്യങ്ങളെ ശ്വസിക്കുമ്പോൾ പുറത്ത് വിടുന്ന വാതകമാണ് ഏത്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളും ശ്വസിക്കുമ്പോൾ പുറത്തേക്ക് വിടുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്, പക്ഷേ സസ്യങ്ങൾ വാതകം ഓക്സിജൻ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ് കഴിയുമ്പോൾ ഓക്സിജൻ പുറത്തേക്കും വിടുന്നുണ്ട്, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും പുറത്തേക്ക് വിടുന്നുണ്ട്. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ പുറത്തേക്ക് വിടുന്നുള്ളൂ, പക്ഷേ സസ്യങ്ങൾ രണ്ടും പുറത്തേക്ക് വിടുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും കൺഫ്യൂഷൻ വെച്ച് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്, പുറത്തേക്കാണ് ഓക്സിജൻ വിടുന്നതെന്നൊന്നും ഓർക്കരുത് കേട്ടോ. സസ്യങ്ങൾ അകത്തേക്ക് സ്വീകരിക്കുന്നതും ഓക്സിജൻ ഉണ്ട്, അതുപോലെ തന്നെ പുറത്തേക്കും ഓക്സിജൻ വിടുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും പുറത്തേക്ക് വിടുന്നുണ്ട് കേട്ടോ. അതും കൺഫ്യൂഷൻ വന്നേക്കല്ലേ. അപ്പം സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം ഓക്സിജനാണ്, ശ്വസിക്കുമ്പോൾ പുറത്ത് വിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. സസ്യങ്ങളിൽ വാതക വിനിമയം നടക്കുന്ന എവിടെയാണ്? നമ്മുടെ സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങളിലാണ് വാതക വിനിമയം നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ. ഇത്രേ ഉള്ളൂ, യൂണിറ്റ് തീർന്നു കേട്ടോ. അപ്പോൾ സസ്യങ്ങളുടെ കാര്യം കൂടെ പറഞ്ഞ് ഈ ഒരു യൂണിറ്റ് തീരുവാണ്. അപ്പോൾ സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം ഓക്സിജൻ, ശ്വസിക്കുമ്പോൾ പുറത്തേക്ക് വിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ ഈ വാതക വിനിമയം, അതായത് ഓക്സിജൻ അകത്തേക്ക് കയറുന്നു, പുറത്തേക്ക് പോകുന്നു, ആ ഒരു വാതക വിനിമയം നടക്കുന്ന എന്തിലൂടെയാണ്? ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ വഴിയാണ് നടക്കുന്നത്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതാ കേട്ടോ. ഇത് നോക്കിക്കേ, തന്നിരിക്കുന്നതിൽ ശരിയായ കൂട്ടം ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ എന്ന്. എ ആണെങ്കിൽ ആട്, കുതിര, കാക്ക, പ്രാവ്, ഇതെല്ലാം സസ്യാഹാരികളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബി ആണെങ്കിൽ പുലി, കഴുകൻ, ആന, പല്ലി, ഇതെല്ലാം മാംസാഹാരികളെന്ന് പറഞ്ഞിട്ടുണ്ട്.
സി ആണെങ്കിൽ മനുഷ്യൻ, കോഴി, കുരങ്ങൻ, മയിൽ എന്നുള്ളത് മിശ്രാഹാരികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ട് ഏതാ ശരിയാന്ന് തോന്നുന്നത്? സസ്യാഹാരിയാണോ മാംസാഹാരിയാണോ ഇതിലെ മിശ്രാഹാരികളാണോ ഏതാ ശരിയാന്ന് തോന്നുന്നത് കണ്ടിട്ട്? ഏതായാലും ശരിയാന്നേലും തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അതെ ഞാൻ പറയും, ചെറിയൊരു കൺഫ്യൂഷൻ അവിടെ വരും നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലെങ്കിൽ. ഏതായിരിക്കും ശരി? സസ്യാഹാരി എന്ന് എഴുതിയിരിക്കുന്നതാണോ, മാംസാഹാരി എന്ന് എഴുതിയിരിക്കുന്നതാണോ, മിശ്രാഹാരി എന്ന് എഴുതിയിരിക്കുന്നതാണോ? എ ആണോ, ബി ആണോ, സി ആണോ എന്ന് പറഞ്ഞാൽ മതി. ഏതായിരിക്കും ശരി? പെട്ടെന്ന് നോക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ പോലെ നമുക്ക് വരാം. പക്ഷേ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. മിശ്രാഹാരി എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. കാരണം മനുഷ്യൻ മിശ്രാഹാരിയാണ്, കോഴി മിശ്രാഹാരിയാണ്. പിന്നെ കുരങ്ങൻ്റെയും മയിലിൻ്റെയും കാര്യത്തിൽ നമുക്ക് ഡൗട്ടുള്ളൂ. അപ്പം ഞാൻ ഗൂഗിളിൽ കയറി നോക്കിയായിരുന്നു. കുരങ്ങൻ എന്താണ്? മിശ്രാഹാരിയാണ്. അതുപോലെ തന്നെ മയിലും മിശ്രാഹാരിയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം വരുന്നത് ഈ സി ഓപ്ഷനാണ് കേട്ടോ. കാരണം മയിൽ നമ്മൾ സീഡ്സ് കാര്യങ്ങൾ, ഫ്രൂട്ട്സ് കാര്യങ്ങൾ മാത്രമല്ല ഇൻസെക്ട്സിനെയും കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുരങ്ങനും ഉണ്ട്. പഴങ്ങളും മാത്രമല്ല ചെറിയ ചെറിയ ഇൻസെക്ട്സിനെയും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇൻസെക്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് മാംസമാണ് അല്ലേ? അപ്പോൾ അവരും മിശ്രാഹാരികളുടെ ഗണത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ബാക്കി രണ്ടിൻ്റെ അകത്താണെങ്കിലോ നമ്മുടെ കാക്ക രണ്ടും കഴിക്കുന്ന ആളാണ്, മാംസാഹാരിയാണ് അതുപോലെ തന്നെ സസ്യാഹാരിയാണ്. അപ്പോൾ അത് എന്നാണല്ലോ വരത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്താണെങ്കിൽ ആന സസ്യാഹാരിയാണ്, അപ്പോൾ അത് മാംസാഹാരി എന്നുള്ള ഗണത്തിലും വരത്തില്ല. അപ്പം നിങ്ങൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരാം. അപ്പം നിങ്ങൾ നന്നായിട്ട് ഓപ്ഷൻസ് വായിച്ച് നോക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാംസാഹാരികൾ, സസ്യാഹാരികൾ, മിശ്രാഹാരികളായിട്ടുള്ള ജീവികളുടെയൊക്കെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക കേട്ടോ. ഇങ്ങനെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഇത് എഴുതി വെച്ചാൽ മതി. മിശ്രാഹാരികളുടെ ഗണത്തിൻ്റെ അത് കുരങ്ങനെയും മയിലിനെയും കൂടെ ഒന്ന് ആഡ് ചെയ്താൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നമ്മളിപ്പോൾ പഠിച്ചതാണ്. താഴെ പറയുന്ന അവയവങ്ങളിൽ ഏതിലാണ് ദഹനം പൂർത്തിയാകുന്നത്? ഏതിലാണ് ദഹനം പൂർത്തിയാകുന്നത്? വായാണോ, ചെറുകുടലാണോ, വൻകുടലാണോ, ആമാശയാണോ? എവിടെ? ചെറുകുടൽ. മിടുക്കര കേട്ടോ. മിടുക്കര എല്ലാവരും പറഞ്ഞു. നമ്മുടെ ചെറുകുടലാണ് ആഹാരം ദഹനം പൂർത്തിയാക്കുന്നത് എവിടെയാണ്? ചെറുകുടലിലാണ് ദഹനം പൂർത്തിയാക്കുന്നത്. ഇനി ആമാശയത്തിലാണ് നമ്മൾ പറഞ്ഞു ഭാഗികമായിട്ടാണ് പൂർത്തിയാക്കുന്നത്. വൻകുടലാണ് നമ്മൾ പറഞ്ഞു നമ്മുടെ മിച്ചമുള്ള അവശിഷ്ടങ്ങളൊക്കെ പോകുന്ന വൻകുടലിലേക്കാണ്. വായാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ആദ്യത്തെ ആഹാര സ്വീകരണം നടക്കുന്നത് എവിടെയാണ്? വായിലാണ്. പിന്നെ പല്ല് കേടുവരാം, ഇതൊന്നും നമുക്ക് അത്ര ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു മിനിറ്റ്, മൗസ് പോയോ? മൗസ് ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ദഹനവും ശ്വസനവും ആയിട്ടുള്ള കാര്യങ്ങൾ. പല്ലുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഉച്ഛ്വാസം, നിശ്വാസം, പിന്നെ നമ്മുടെ ദഹനത്തിൻ്റെ പോഷണത്തിൻ്റെ 5 ഘട്ടങ്ങൾ, അതിൽ തന്നിരിക്കുന്ന ആ ബോഡി പാർട്ടുകൾ ഓരോന്നും ഉണ്ടല്ലോ, അന്നനാളം, ആമാശയം, വൻകുടൽ, ചെറുകുടൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം പഠിക്കണം. പിന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഏതാ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഏതായിരുന്നു? മറന്നു പോയോ? നമ്മുടെ പല്ലിൻ്റെ വെള്ള കളറിലുള്ള സാധനം ഇനാമൽ. ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൻ്റെ അകത്ത് പറയുന്നത്.